हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, നമ്മൾ നേരത്തെ വെച്ച മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഉണ്ട്. അവർ സമ്മതിക്കുന്നില്ല അവരുടെ പാട്ട് മോഷ്ടിക്കാൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സോങ്ങിലേക്കല്ല വന്നു. നമ്മുടെ കേൾക്കാം. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടുതരാം. നല്ല സോങ്ങാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സോങ്ങാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ അത് കേട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ ഇട്ടുതരാം. നമുക്കവർ തരുന്നില്ല, നമ്മളതുകൊണ്ട് മേടിക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ ലൈവിലേക്ക് വരും. നന്നായി ക്ലാസ് തുടങ്ങിയിട്ട് അവർ നമ്മളോട് വിശേഷം പറഞ്ഞ് ബ്ലോക്ക് ചെയ്യാത്തത്. സാരമില്ല, ഈ പുതിയ ലൈവിൻ്റെ ലിങ്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ശ്രീയമ്മ, നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും ഈ ലൈവിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യും. മറ്റേത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. നമുക്ക് കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ തന്നെ മതി. സമ്മതിക്കുന്നില്ല കോപ്പിറൈറ്റ്, പിന്നെ അത് കേസാവും. പിന്നെ നമ്മൾ അതിന് പോകണം. വയ്യ, സമയമില്ല. കിട്ടി? പുറകിൽ ഇരിക്കുന്ന കണ്ണനെ കാണിക്കുമോന്ന്? ഈ കണ്ണനെ കാണണം. ഈ കണ്ണനെ അല്ലേ കാണേണ്ടത്? എങ്ങനെ ഇപ്പൊ കാണിക്കും? വീഡിയോ തിരിച്ചു കാണിക്കണോ? ആഡാണല്ലോ അല്ലേ? ശിവജി ആഡല്ലേ? എനിക്ക് മെസ്സേജ് ഇടാമോ? ഈ കണ്ണനെ മുഴുവനായിട്ട് കാണണം എന്നാണോ പറയണത്? കംപ്ലീറ്റ് ആയിട്ട് കാണണം? ഒരു മിനിറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര റിസ്ക് അല്ലേ? കണ്ടോ ഈ കണ്ണനെ? ഓക്കെ, കണ്ണാ ഹായ്, നല്ല ഭംഗിയുണ്ട്. ഹായ് കണ്ണാ. അപ്പൊ ഷീബേജ് എനിക്ക് വാട്സപ്പ് ചെയ്യ നമ്പർ ഞാൻ ആഡ് ചെയ്യാം. സുന്ദരി കണ്ണൻ മാതാജി, നല്ല ഭംഗി. ഓ, സൂപ്പർ ആയിട്ടുണ്ടെന്നാണോ? ഈ കണ്ണനെ ഇഷ്ടപ്പെട്ടോ? സുന്ദരൻ, അതെ, ഇവൻ ആളൊരു സുന്ദരനാ. സന്തോഷമായി. ഇഷ്ടായോ ആ കണ്ണനെ? ഇഷ്ടായോ? ഈ കണ്ണൻ ഇവിടുത്തെ കണ്ണനാ. இந்த കണ്ണനെ എല്ലാവർക്കും ரொம்ப പിടിച്ചിരിക്കും. ഇത് ഇവിടുത്തെ കണ്ണൻ നമുക്ക് തരൂല. നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് അവിടെ ഉണ്ട് കണ്ണൻ, നമ്മുടെ കിച്ചു. ഈ കണ്ണനെ നമുക്ക് തരൂല. കോഴിക്കോട്ടേക്ക് 2-ാം തീയതി അല്ല, 2-ാം തീയതി അല്ല, സോറി, 3-ാം തീയതി എത്തും. ഈ കണ്ണനെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയാൽ ഇവിടെ ഉള്ളവർ നമ്മളെ പിടിച്ചു വെക്കും. എനിക്ക് വെറുതെ ഇവിടുന്ന് അടി വാങ്ങിച്ചേരണോ? അതിലും വേറെ നമ്മൾ കൊണ്ടുപോകാതിരിക്കണല്ലേ നല്ലത്. നമ്മുടെ കണ്ണൻ കുട്ടിയല്ലേ, ഇഷ്ടമായി ഇഷ്ടമായി. അപ്പൊ ഞാൻ വരുമ്പോ ഇങ്ങ് കൊണ്ടുവരാം സുന്ദര കണ്ണൻ. അതിന്റെ ഓണർ ഇവിടെ ഉണ്ട്. ആ കണ്ണന്റെ ഓണർ ഇഷ്ടായി. അത് നമുക്ക് തരൂല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടുതലാണ്. സ്റ്റോപ്പായല്ലോ, അത് കണ്ണന്റെ ഫ്ലൂട്ടാണ്. ഈ കണ്ണനെ നമുക്ക് തരൂല. സുന്ദരക്കുട്ടൻ, ആ സത്യം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇയാള്. ഭയങ്കര ചിരിയൊക്കെയാണ്. ഒരു
കുറച്ചിങ്ങനെ അഴകായിട്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് തരൂല. നമുക്ക് എടുത്തോണ്ട് പോകാം മാതാജീന്ന്. നമ്മ എടുത്തിട്ട് പോയിടാ. അയ്യോ, ഞാൻ ചെന്നൈയിൽ എത്തൂല, എന്നെ ഇവിടെ പിടിച്ചു വെക്കും വരും. എന്ത് വേണേലും കൊണ്ടപ്പോ അത് കൊണ്ടുകൊണ്ടാ പറയവര്. അതിലും ഭേദം ഇവിടെ നിന്നോട്ടെ. നമുക്ക് വല്ലപ്പോഴും വരുമ്പോ വൈഫൈ കിട്ടുന്നൊരു സ്ഥല. നോക്കട്ടെ, സാധിച്ചാൽ ഞാൻ എടുത്തോണ്ട് പോരും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? 2-3 ദിവസമായിട്ട് ക്ലാസ് എടുത്തില്ല. നാളെ രാവിലെ ക്ലാസ് ഉണ്ട് കേട്ടോ. മോർണിംഗും ഈവനിങ്ങും നമ്മൾ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ചില പ്രത്യേക ഓട്ടം കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ക്ഷമിക്കുക. അപ്പോൾ രാവിലെ ക്ലാസ് ഉണ്ട്. രാവിലെ ക്ലാസ്സിൽ കയറുക 8:30. ഓക്കെ, 8:30 to 9:30. പിന്നെ എനിക്ക് ഇവിടെ നെറ്റ് കുറവായതുകൊണ്ട് കാണുന്നില്ല എത്ര പേര് ലൈവിൽ എത്തിയെന്ന്. എനിക്ക് സൗണ്ട് ഇത്രയേ ഉള്ളൂ. ഇനി എനിക്ക് ആർത്ത് വിളിക്കാൻ വയ്യ. ഇനിയും സൗണ്ടിൽ പറയണോ? ഞാനിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലമ്മ ഷൂട്ടിന് വന്നപ്പം ഇവിടെയാണ് സ്റ്റേ ചെയ്യാറ്. ഹോട്ടലിൽ നിൽക്കാറില്ല. കുറച്ച് ഡിസ്റ്റൻസിൽ വരുമ്പോൾ ഇവിടെ നിൽക്കും. അതുകൊണ്ടാണ് ഇവരുടെ വീട്ടിൽ കൃഷ്ണൻ. പക്ഷെ വേറൊരു കാര്യം എന്താ അറിയോ? ഈ കണ്ണനെ ഇവർക്ക് ഗിഫ്റ്റ് ചെയ്തത് മഞ്ജരീസാണ്. ഇത് മഞ്ജരീസിലെ കണ്ണനാണ്. മഞ്ജരീസാണ് ഇവർക്ക് ഗിഫ്റ്റ് ചെയ്തത്. പക്ഷെ ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അത് അവരുടേതായി. ഇനി നമ്മൾ ചോദിച്ചാൽ അവർ തരൂല. പിന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോയാൽ അവർ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വരും. എന്ത് കാര്യം? മഴ മാറിയിട്ടില്ല മാതാജി. ചെന്നൈയിൽ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇടയ്ക്ക് പോയി, ഇടയ്ക്ക് വന്ന് ഇടയ്ക്ക് പോയി ഇങ്ങനെ നിൽക്കും മഴ. അങ്ങനെയൊക്കെ. അപ്പം എല്ലാവരും എത്തുയോ ലൈവില്? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കാൻ വയ്യേ? ഇനിയും പറ്റുന്നില്ലേ? ഞാൻ മാക്സിമം വോളിയത്തിലാണ് പറയുന്നത്. ഇനിയും കേട്ടൂടാ? കേൾക്കാൻ പറ്റുന്നില്ല? പറയാവോ കേൾക്കുന്നുണ്ടോ ഇല്ലേന്ന്? കേട്ടൂടെ? പറ, കേൾക്കുന്നുണ്ടോ? നമസ്കാരം. ഹരേ കൃഷ്ണ അല്ല, ഞാൻ പറയുന്നത് കേൾക്കാമോ? തരാം. കുങ്കുമം തരാം. എടാ അമ്മറെ പറ, കേൾക്കാമോ? നിങ്ങൾ എന്നാ ഇപ്പൊ ഹരേ കൃഷ്ണ തന്നെ ഇടുന്നത്? ഞാൻ ചോദിക്കുന്നതിന് എന്താ പറയാ? രാമചന്ദ്രൻ പ്രഭു പറയുന്നു യെസ് എന്ന്. ഓക്കെ, കേൾക്കാം. അവിടെ മഴയായിട്ടാണ് കേൾക്കാത്തത്. അതിന് എനിക്ക് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതിപ്പോ നമ്മുടെ വീടല്ലല്ലോ, വല്ലവരെ വീടല്ലേ. നമ്മൾ ഇവിടുന്ന് ആർത്ത് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ എന്നെ പുറത്താക്കും. പിന്നെ ഞാൻ എവിടെ പോയി രാത്രിയില്? കേൾക്കാം. ഓക്കെ അമ്മ. ഓക്കെ, സൂപ്പർ, താങ്ക്സ്. അപ്പോ ഇനി ഏത് ശ്ലോകമാണ് എടുക്കേണ്ടതെന്ന് അറിയാവോ? മറന്നുപോയോ? ഏത് അധ്യായമാണ് നമ്മൾ എടുത്തോണ്ടിരുന്നത്? ഏത് അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നേ? പറ അമ്മ. ഹെഡ്സെറ്റ് ഇടും അമ്മ. സത്യാമ്മേ, എനിക്ക് ഇത്രയേ ഉള്ളൂ. കാസർഗോഡ് കേൾക്കുന്നു. അത് സൂപ്പർ. അപ്പൊ പറയും, നമ്മൾ ഏത് അധ്യായമാ പഠിച്ചുകൊണ്ടിരുന്നേ? എത്രാമത്തെ അധ്യായം? ഓർമ്മയില്ല? കേൾക്കാം. എത്രാമത്തെ അധ്യായ പഠിച്ചുകൊണ്ടിരുന്നേ? ആർക്കറിയില്ലേ? മറന്നോ? 3 ദിവസേ ക്ലാസ് ഇല്ലാതെ ഇരുന്നിട്ടുള്ളൂ. എനിക്ക് ദേഷ്യം വരും. ചിരിക്കണം നോക്കണ്ട, എനിക്ക് ഭയങ്കര ദേഷ്യം വരും. പറഞ്ഞോ, എത്രാമത്തെ അധ്യായ പഠിച്ചുകൊണ്ടിരുന്നേ? 9. ശ്ലോകം, അടുത്ത ശ്ലോകം എത്രയാ? 9ാമത്തെ അധ്യായം. അടുത്ത ശ്ലോകം എത്രാമത്തെ ശ്ലോകം എടുക്കണോ ഇനി? അത് പിന്നെ എന്റെ മഞ്ജരീസ് ഫാമിലിനെ എനിക്കറിയാം. ഒരാള് പിടിച്ചാ പിന്നെ വാല് പോലെ പിടിച്ചു വന്നോളൂ. അതെനിക്കറിയാം. ശ്ലോകം പറയും. 27ാമത്തെ ശ്ലോകം എടുക്കണം. സൂപ്പർ. അപ്പം ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 9342494941. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് വെക്കുക. ഞാൻ ഇന്നത്തെ ഇതുവരെയുള്ള മെസ്സേജസ് എല്ലാം നോക്കിക്കഴിഞ്ഞു. ഇനി വടകുറുമ്പക്കാവിലെ നമ്മുടെ ഫംഗ്ഷൻ 1-ാം തീയതിയാണ്. 1-ാം തീയതി രാവിലെ 10 മണിക്ക്. അപ്പോൾ അവിടേക്ക് കൊടുക്കാനുള്ള കോൺട്രിബ്യൂഷൻസിന്റെ ലിസ്റ്റ് എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് നൈറ്റ് വരും. എല്ലാവരും അത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പേര് അതിൽ ആഡ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടും കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. അമ്മ 10ാമത്തെ ശ്ലോകം അല്ല അമ്മ, 9ാമത്തെ അധ്യായം 27ാമത്തെ ശ്ലോകം. ഓക്കെ, അത് മറക്കരുത്. അപ്പം നമസ്കാരം മോഹനക്കുട്ട. അപ്പൊ അത് ശ്രദ്ധിക്കുക. കൃഷ്ണാഷ്ടമിയുടെയും രാധാഷ്ടമിയുടെയും അന്നദാനം നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ഞാൻ ഇങ്ങനെയുള്ള യാത്രയിൽ ഇങ്ങനെ പെട്ടുപോയതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തത്.
കൃത്യമായിട്ട് ശരിയായിട്ട് ചെയ്യണം. അപ്പൊ അത് ഒന്ന് വെയിറ്റ് ചെയ്യണം. വേറെ വിശേഷം ഒന്നുമില്ല. അപ്പൊ നമുക്ക് 27ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ യത് കരോഷി യത് ശാസ്നി യജുഹോഷി ദദാതി യത് പസ്യസി കൗന്ദയെ തത് പുരുഷാമതർപ്പണം എന്നാണ് പറയുന്നത്. യത് കരോഷി യദശ്നാസി യജുഹോഷി തഥാസി യത്. ഓക്കെ, യത് പസ്യസി കൗന്ദേയ തത് കുരുഷൗ മതർപ്പണം. ഇതിൽ എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്ക് പഠിച്ചാലോ അപ്പം? അപ്പോ ഇതിലെ 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, നീ എന്ത് ചെയ്യുന്നുവോ, നീ എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപസ്സുകൾ അനുഷ്ഠിക്കുന്നുവോ, കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അത് വളരെ നല്ലൊരു ശ്ലോകമാണ്. നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എന്ത് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാലും, എന്ത് തപസ് അനുഷ്ഠിച്ചാലും, എന്ത് നമ്മൾ ഭക്ഷിച്ചാലും, ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും അതെല്ലാം എന്ത് ചെയ്യണമെന്നാ ഭഗവാൻ പറയുന്നത്? അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്ത് കാര്യത്തിലൂടെ നമ്മൾ കടന്നു പോവാണെങ്കിലും അത് നമ്മൾ ഭഗവാന് സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് പോയിസൺ ആണെങ്കിൽ കൂടിയും ആ പോയിസൺ മാറും എന്നുള്ളതാണ്. പക്ഷേ തികഞ്ഞ ഭക്തിയോടുകൂടി വേണം ഭഗവാനെ സമർപ്പിക്കാൻ. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ലഭിക്കുക? ഭഗവാന്റെ കാരുണ്യം ലഭിക്കുക. ഭഗവാന്റെ കാരുണ്യം ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല, ഇല്ലേ? ബന്ധുമിത്രാദികളില്ലാതെയും നമുക്ക് സമ്പത്തില്ലാതെയും ഒക്കെ ജീവിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ജീവിച്ചു പോകും. പക്ഷേ ഭഗവാന്റെ കൃപാകടാക്ഷം എന്നൊന്ന് പറഞ്ഞ ആ ഒരു അനുഗ്രഹമില്ല എങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല. നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് ആയിപ്പോവും. മനസ്സിലാവുന്നത്? നമ്മളല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, അയ്യോ എനിക്ക് എൻ്റെ ഭർത്താവില്ലെങ്കിൽ, എൻ്റെ ഭാര്യ ഇല്ലെങ്കിൽ, എൻ്റെ മക്കളില്ലെങ്കിൽ, എൻ്റെ അമ്മ ഇല്ലെങ്കിൽ, സുഹൃത്തില്ലെങ്കിൽ, അച്ഛനില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഇപ്പൊ നമ്മുടെ മഞ്ചരീസില് ഭർത്താക്കന്മാരില്ലാത്ത, ഭാര്യമാരില്ലാത്ത, മക്കൾ നോക്കാത്ത, മരുമക്കള് ഉപദ്രവിക്കുന്ന, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന പല അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ജീവിക്കുന്നുണ്ട് ആരുടെ ധൈര്യത്തിൽ? ഭഗവാന്റെ ധൈര്യത്തിൽ. കാരണം എന്താ? അവർക്ക് ഈ ദിവസവും കടന്നു പോകുന്നുണ്ട്, ഇല്ലേ? അവർ ഉറങ്ങുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവർ ഓരോ ദിവസവും അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് കടന്നു പോകുന്നുണ്ട്. അല്ലറ ചില്ലറ വിഷമങ്ങൾ നമുക്ക് ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനെ കുറിച്ചും നമ്മൾ ആവലാതിപ്പെടണ്ട. മനസ്സിലായോ? കാരണം എന്താ? ഭഗവാനാണ് നമുക്ക് ഏറ്റവും വലിയ തുണ. ആ തുണയുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകാം. പക്ഷെ ഭഗവാന്റെ ഒരു കൃപാകടാക്ഷം ഇല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഭഗവാൻ എന്ന് പറയുന്ന സത്യം അതാണ്. നമുക്ക് എന്തും തുറന്നു പറയാം. നമ്മളുടെ തെറ്റുകളാണെങ്കിലും ശരികളാണെങ്കിലും അത് അംഗീകരിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കാനും നല്ല വഴി ഉപദേശിക്കാനും നമുക്ക് നേരായ വഴി നമ്മുടെ ഉള്ളിൽ തന്നെ. ഇപ്പൊ ഒരാളെ ഫോൺ വിളിച്ച് നമ്മൾ ഒരു അഭിപ്രായം ചോദിക്കണമെങ്കിൽ ആ ഫോൺ എടുക്കുക, അതിന്റെ ലോക്ക് മാറ്റുക, നമ്പർ ഡയൽ ചെയ്യുക, വിളിക്കുക, റിങ് ആവുന്നത് വരെ കാത്തിരിക്കുക, അവരെടുക്കുന്നത് വരെ കാത്തിരിക്കുക. അങ്ങനെ കുറെ പ്രൊസീജിയർ ഉണ്ട് അതിന്റെ ബാക്കിൽ, ഇല്ലേ? പക്ഷെ ഭഗവാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഇങ്ങോട്ട് ചിന്തിക്കുമ്പോഴേക്കും അതിന്റെ ഉത്തരം ഭഗവാൻ മനസ്സിൽ തന്നെ തരും. എന്തേലും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും അത് നീ ചെയ്യണ്ട, ആ ഫോൺ എടുക്കേണ്ട സമയമില്ല, ചിന്തിക്കേണ്ട സമയമില്ല, ഒന്നിന്റെ സമയമില്ല, അതിനുള്ള ആൻസർ ഇതാ ഇവിടെ കിട്ടിക്കഴിയും. ഇതാണ് ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ബന്ധം നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ എവിടെയും തളരില്ല. കാരണം എന്താ? അദ്ദേഹം സദാ നമ്മുടെ കൂടെയുണ്ട്. അത് ഉപദേശമായിട്ടും അതെ, കാരുണ്യമായിട്ടും അതെ, കരുതലായിട്ടും അതെ. പക്ഷെ നമ്മൾ അത് അറിയാൻ ശ്രമിക്കണം. അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ജപിക്കുക, വായിക്കുക, ഏകാഗ്രതയോട് കൂടിയിരിക്കുക, സാത്വികമായിട്ട് പോവുക. നമ്മൾ ഭയങ്കര വയലന്റ് ആയി കഴിഞ്ഞാല്, ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുമ്പോൾ, ശരിയായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും തലച്ചോറും എല്ലാം ഒരുപോലെ തളരും. തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോവും, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം തെറ്റിപ്പോവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളോട് ജപിക്കാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജപിച്ചു വരുമ്പോൾ നമുക്ക് ഏകാഗ്രത ലഭിക്കും, അതുപോലെ ശാന്തി ലഭിക്കും. ആ ശാന്തി ആവുമ്പോൾ നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും ശരി, എന്താ ഉണ്ടാവാന്നറിയാമോ? നമുക്കൊന്ന് റിലാക്സ് ആവാൻ പറ്റും. എത്ര വലിയ പ്രശ്നം വന്നാലും റിലാക്സ് ആവാൻ പറ്റും. അങ്ങനെ റിലാക്സ് ആവുമ്പോൾ ശാന്തമായ മനസ്സിലൂടെ നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് ഈശ്വരനുമായി കണക്റ്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കും.
മനസ്സിലാവുന്നുണ്ടോ? മഞ്ജരീസിന്റെ മുമ്പേ ക്ലാസ്സിൽ വരുന്നതിന് മുൻപേ, മഞ്ജരീസ് എന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ ഒരിക്കലും നമ്മുടെ കുടുംബത്തെ പൊക്കി പറയുന്നതല്ല, കൃഷ്ണാവബോധത്തിൽ അത് ഒരുപാട് ആൾക്കാർ ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഏതൊരു വ്യക്തി എടുക്കുന്ന കൃഷ്ണാവബോധ ക്ലാസ്സിൽ വരുന്നതിനേക്കാൾ മുമ്പേ ഉള്ള നമ്മളെയും ഈ കൃഷ്ണാവബോധ ക്ലാസ്സുകളിൽ വന്നതിന് ശേഷമുള്ള നമ്മളെയും തമ്മിൽ നമ്മൾ തന്നെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ക്ഷമ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടി എന്ന് നമുക്ക് മനസ്സിലാവും. സത്യമായിട്ട് മനസ്സിലാവും. കാരണം മുമ്പൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാര്യത്തിന് വയലൻസ് ആവുന്ന പല ആളുകളും ഇന്ന് ക്ഷമയോടുകൂടി ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന പല ഘടകങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ച വ്യക്തിത്വങ്ങളുണ്ട്. മാതാജി ഞാൻ ഇങ്ങനെയാവുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാനിപ്പോ ഇങ്ങനെ എന്ത് കേട്ടാലും ആയിക്കോട്ടെ എന്ന മനോഭാവത്തിലേക്കായി എന്ന് പറയുന്ന നിരവധി ഭക്തർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാനും അതിലൊരാള് തന്നെയാണ്. മനസ്സിലായോ? അപ്പോ ജപം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ജപിച്ചു കഴിയുമ്പോൾ ശാന്തത ലഭിക്കും. ശാന്തത ലഭിക്കുമ്പോൾ നമ്മൾ എന്തും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തോന്നും. അങ്ങനെ ഭഗവാന് സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരുന്ന് നമ്മളെ ഒരാൾ വേദനിപ്പിച്ചാലും അവരോട് ക്ഷമിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും സാധിക്കും. കാരണം എന്താ, നമുക്ക് ആരോടും പരാതിയില്ല അല്ലെ? നമ്മളെ കണ്ണീര് കുടിപ്പിച്ചവരായാലും ശരി, നമ്മളെ ഒറ്റപ്പെടുത്തിയവരായാലും ശരി, ആരോടും പരാതിയില്ല. നമുക്ക് ആകെ പറയാനുള്ളത് ആരാ? ഭഗവാനുണ്ട്. കാരണം എന്താ, നമ്മളെ കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും ഒരാളോട് വിശ്വസിച്ച് പറഞ്ഞാൽ അത് മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നാളെ അവർ തിരിച്ച് എങ്ങനെ നമ്മളോട് റിയാക്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മൾ പറയുന്ന കാര്യങ്ങൾ സേഫ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ മുന്നിലാണ് നമ്മുടെ മനസ്സ് തുറക്കുന്നത് എങ്കിൽ അതിനൊരു ഉത്തരം അത് അദ്ദേഹം തരും, വൈകാതെ തരും. നമ്മൾ വിചാരിക്കും അയ്യോ ഭഗവാൻ എനിക്ക് അതിനുള്ള ഉത്തരം തന്നില്ല, അല്ലെങ്കിൽ ഭഗവാൻ എന്നെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അങ്ങനെയൊന്നല്ല. ച്യുതിയില്ലാത്തവൻ അച്യുതൻ. മനസ്സിലായില്ലേ? നാശമില്ലാത്തവനാണ് അച്യുതൻ എന്ന് പറയുന്നത്. ആ അച്യുതനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ സമയാസമയങ്ങളിൽ ഏത് സമയത്ത് നമ്മുടെ എന്ത് ചോദ്യത്തിന് ഉത്തരം തരണമോ, എന്ത് കാര്യത്തിൽ എങ്ങനെ ഇടപെടണമോ അത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ എല്ലാവരുടെ ജീവിതത്തിലും ഇടപെട്ടിരിക്കും. അതിൽ യാതൊരു സംശയമില്ല, ഒരു തർക്കവും ഇല്ല. അതെങ്ങനെയും ഭഗവാൻ ഇടപെടും. നമുക്ക് വേണ്ട അനുഗ്രഹം അദ്ദേഹം തരും. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? പ്രയാസങ്ങളിൽ പതറിപ്പോവരുത്. ഏത് സന്ദർഭത്തിലും കൃഷ്ണനെ മറന്നു പോകാതെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. ഒരിക്കലും കൃഷ്ണനെ മറന്ന് നമ്മൾ ജീവിക്കാൻ പാടില്ല. ഓരോ മനുഷ്യന്റെയും കടമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കടമ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്ന് കൃഷ്ണനെ മറക്കാതെ ജീവിക്കുക. ആത്മാവും ശരീരവും ഒരുമിച്ച് നിലനിർത്തേണ്ടതിനായിട്ട് എല്ലാവരും കർമ്മം ചെയ്യണം, ഇല്ലേ? നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. ജോലി ചെയ്യാതെ നമ്മുടെ ശരീരം നിലനിർത്താൻ നമുക്ക് പറ്റൂല. ആലോചിച്ച് നോക്കിക്കേ, ഇപ്പം ഞാൻ ജോലി ചെയ്താലേ എനിക്ക് മാമുണ്ണാൻ പറ്റൂ, എൻ്റെ വീടിന്റെ വാടക കൊടുക്കാൻ പറ്റൂ, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ നമ്മൾ ജോലി ചെയ്യണം. ജോലി ചെയ്യണ്ട എന്ന് ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല. ഇവിടെ കൃഷ്ണൻ പറയുന്നത് തനിക്ക് വേണ്ടിയാകണം ആ കർമ്മം എന്നാണ്. നമ്മൾ എന്ത് ജോലിയും ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ചെയ്യുന്ന ജോലി ഭഗവാന് സമർപ്പിച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഷൂട്ടിന് പോവുകയാണെങ്കിൽ രാവിലെ മേക്കപ്പ് ഇടുന്നതിനേക്കാളും മുൻപേ നമ്മൾ എപ്പോഴും ലൊക്കേഷനിൽ അങ്ങനെയാണ്. നമ്മുടെ മേക്കപ്പ് മാൻ വന്നിട്ട് കുറച്ച് നമ്മുടെ ഫേസിലിടുന്ന ഫൗണ്ടേഷൻ അതെടുത്ത് ഇവിടെ വെച്ച് കഴിയുമ്പോൾ അദ്ദേഹം ഒന്ന് പ്രാർത്ഥിക്കും. അത് എത്ര ആർട്ടിസ്റ്റുകൾ, 100 150 200 എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും അവരതിവിടെ ഒന്ന് ജസ്റ്റ് ആ മേക്കപ്പിന്റെ ആ ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ട് അവരൊന്ന് പ്രാർത്ഥിക്കും. കാരണം അത് അവരുടെ തൊഴിലാണ്. ആ പ്രാർത്ഥനയാണ് സമർപ്പണം. കൂട്ടത്തിൽ നമ്മളും പ്രാർത്ഥിക്കും, ഭഗവാനെ ഇന്ന് എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ സാധിക്കണേ, ക്ഷീണമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കണേ, എല്ലാം അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും നമ്മളും അവരും ഒരുപോലെ ജോലിക്ക് കയറുന്നത്. അത് കഴിഞ്ഞ് ക്യാമറ പൂജ ചെയ്യുമ്പം വിഘ്നേശ്വരന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു നാളികേരവും അതിന്റെ മുകളിൽ കർപ്പൂരവും കത്തിച്ച് അവരൊന്ന് ഒഴിഞ്ഞെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എന്താ പറയാ, വീണ്ടും എന്ത് ചെയ്യുന്നത്, എനിക്ക് രാമചന്ദ്രൻ പ്രഭുട്ട മെസ്സേജ് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്, എനിക്ക് മഞ്ജരീസിലേക്ക് ഇടും. അപ്പൊ ഒന്ന് ആരതി പോലെ ഒഴിഞ്ഞിട്ടായിരിക്കും അവര് ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നതിനേക്കാളും 1 മിനിറ്റ് മുമ്പേ നമ്മളൊന്ന് ചിന്തിക്കും, ഭഗവാനെ അനുഗ്രഹിക്കണേ, കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വീണ്ടും ആ ഒരു കർമ്മം ചെയ്യുന്നത്. അപ്പൊ എന്ത് ജോലിയും ആയിക്കോട്ടെ, എങ്ങനത്തെ ജോലിയും ആയിക്കോട്ടെ, ചെയ്യുന്നതിന് മുൻപേ അത് ഭഗവാന് സമർപ്പണം ചെയ്യും. അങ്ങനെ സമർപ്പണം ചെയ്തുകൊണ്ട് ഓരോ അണുക്കളിലും നമ്മൾ ഭഗവാനെ കണ്ടുകൊണ്ട് ഓരോ നിമിഷങ്ങളും അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ ഓരോ നിമിഷവും നമ്മൾ സമർപ്പണം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോവില്ല.
പണം കൊണ്ട് ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും. പക്ഷെ ഭഗവാന്റെ വക്ഷസ്ഥാനത്താ ലക്ഷ്മി ദേവി. ഇന്ന് ദുരിതം അനുഭവിക്കുന്നവൻ നാളത്തെ കോടീശ്വരനാവില്ല എന്ന് പറയാൻ പറ്റില്ല, ഉറപ്പായിട്ടും ആവും. പക്ഷെ നമുക്ക് എന്താണ്, ആ കോടികളും വേണ്ട, ഇല്ലേ? നമ്മള് ആരോഗ്യത്തോടെ ജീവിച്ചാൽ മതി. ഏറ്റവും നന്നായിട്ട് ആരോഗ്യത്തോടു കൂടി ഒരാൾക്ക് നമ്മൾ കിടന്നു പോയിട്ട് അവര് നമ്മളെ ശുശ്രൂഷിച്ചുകൊണ്ട് നമ്മുടെ എന്താ പറയാ മലമൂത്ര വിസർജനം എടുക്കേണ്ട ഒരവസ്ഥയില്ലാതെ നമ്മൾ ജീവിച്ചാൽ മതി. നമ്മൾ നമ്മളുടേതെന്ന് കരുതി അല്ലെങ്കിൽ നമ്മളിൽ തന്നെ കണ്ടുകൊണ്ട് വളർത്തുന്ന മക്കള് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാലഘട്ടമില്ലാതെ ജീവിച്ചു പോയാൽ മതി. ഇത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് ആർക്കും കോടീശ്വരന്മാരും ആവണ്ട, മില്യനേഴ്സും ആവണ്ട, ആരും ആവണ്ട. നമുക്കൊരാൾ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റൊരാൾ കഷ്ടപ്പെടാത്ത രീതിയിൽ ജീവിച്ചു പോയാൽ മതി. ഇത്രയും മതി നമ്മുടെ പ്രാർത്ഥന. ബാക്കി ഭഗവാൻ നോക്കിക്കോളും. ഡേ ടു ഡേ ലൈഫ് അല്ലേ, അത് ഭഗവാൻ നോക്കും. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചു അല്ലേ. ഇനി എന്ത്, ഇതിനേക്കാൾ വലുതൊന്നും ഇനി അനുഭവിക്കാനില്ല, ഇനി വരാനുമില്ല എന്ന മനസ്ഥിതിയിലേക്ക് നമ്മൾ എല്ലാവരും മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭഗവാൻ നമ്മളെ അങ്ങനെ തന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ തളർന്നു പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇവിടെ കൃഷ്ണൻ പറയുന്നത് എന്ത് കർമ്മം ചെയ്താലും അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെ, ഞാനും നിങ്ങളൊക്കെ ഒരുപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോ കൃഷ്ണന് നിവേദിച്ച ആ ആഹാരം സ്വീകരിക്കുന്നതല്ലേ നല്ലത്? ആലോചിച്ച് നോക്കൂ. ഭഗവാന് സമർപ്പിച്ച ആഹാരം, ഇപ്പൊ നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് ഭഗവാന് പോയിട്ട് ഭക്ഷണം നിവേദിക്കാനോ അതിനുള്ള സാഹചര്യം ഇല്ലാന്നാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, മനസ്സിൽ ഒന്ന് പ്രാർത്ഥിക്കുക, ഒറ്റ കാര്യം പ്രാർത്ഥിക്കുക, ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു. ഇത്രയും മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചാൽ അത് ഭഗവാനുള്ള സമർപ്പണമായി. ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പിൽ ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു എന്ന് നമ്മൾ ഒരു 3 അല്ലെങ്കിൽ 6 9 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാനുള്ള സമർപ്പണമായി. അപ്പൊ ഭഗവാൻ അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്തായി? അത് പ്രസാദമായി. ആ പ്രസാദം നമ്മൾ കഴിക്കുമ്പോൾ എന്തായി? നമുക്ക് അത് ഏറ്റവും വലിയൊരു സംതൃപ്തിയിലേക്ക് നമ്മുടെ മനസ്സ് മാറി. ചിന്തിച്ചു നോക്കണം. സംസ്കാരം സിദ്ധിച്ച ഏതൊരാൾക്കും മതപരങ്ങളായിരിക്കുന്ന ചില അനുഷ്ഠാനങ്ങൾ നിറവേറ്റാനുണ്ടാവും. അത് മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഹിന്ദു ആവട്ടെ, ആരുമാവട്ടെ, സംസ്കാരത്തോടു കൂടി ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും മതപരമായിരിക്കുന്ന ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട് ഇല്ലേ? നമ്മൾ ഒരു മതത്തെയും അപലപിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഓരോ മതത്തിനും അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്. അത് ബ്രേക്കപ്പ് ചെയ്യാൻ നമ്മൾ പോണ്ട. ഇപ്പൊ ഗുരുവായൂർ തന്നെ ഒരു വലിയൊരു വിഷയം തന്നെയാണത്. പക്ഷെ ഞാൻ അത് പറയുന്നത് മീൻസ് അതിന്റെ പോസിറ്റീവ് സെൻസിൽ എടുക്കുക. എന്റെ അഭിപ്രായം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഗുരുവായൂരപ്പനെ ആർക്ക് വേണമെങ്കിലും ആരാധിക്കാം, പ്രാർത്ഥിക്കാം, വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു ക്ഷേത്രമാവുമ്പോ, ഒരു ആരാധനാലയമാവുമ്പോ, അത് എന്തുമായിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെതായ ചിട്ടയോടുകൂടി നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാം. ഒരിക്കലും നമ്മൾ ഹിന്ദുക്കള് ഒരു മുസ്ലിം പള്ളിയിൽ കയറി ചെന്നിട്ട്, ഇപ്പൊ ചില പള്ളിയിലൊക്കെ പോകണേ അവിടെ ഖബർസ്ഥാൻ ഉണ്ടാവും ഇല്ലേ, ചില പള്ളിക്കുള്ളിൽ ജാറം ഉണ്ടാവും. അതുപോലെ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു എല്ലാ മുസ്ലിം പള്ളികളിലും അവർക്ക് അവരുടേതായ രീതികളുണ്ട്. ആണുങ്ങൾ പോകുന്ന വഴി വേറെ, പെണ്ണുങ്ങൾ പോകുന്ന വഴി വേറെ, അങ്ങനെയുണ്ട്. ഇനി ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുകയാണെങ്കിൽ അവർക്ക് എന്താണ്, അവർക്ക് വന്നിട്ട് ഇങ്ങനെ ഈ അപ്പവും വീഞ്ഞും ഒക്കെ വാങ്ങുന്നതിന് അവർക്ക് അവരുടേതായ നിബന്ധനകളുണ്ട്. അതായത് നമ്മുടെ മാമോദീസ മുങ്ങിയവർക്ക് അത് സ്വീകരിക്കാൻ പാടൂ എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പള്ളിയിൽ അച്ഛൻ അത് ഉയർത്തിപ്പിടിച്ചിട്ട് ഇത് തമ്പുരാന്റെ എന്താണ് ദിവ്യ ശരീരമാകുന്നു അല്ലെങ്കിൽ രക്തമാകുന്നു എന്നൊക്കെ പറയുന്ന കുറച്ച് പ്രാർത്ഥനകളുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ ആരും ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. ഉണ്ടോ? ഒരിക്കലും പോകുന്നില്ല. ഇത് മതത്തിന്റെ പ്രശ്നമല്ല, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രശ്നമാണ്. ഇന്ന് കാണുന്ന ഗുരുവായൂർ ക്ഷേത്രം ഇന്നത്തെ പോലെ ഇത്രയും കോടി ജനങ്ങൾക്ക് ഒരു ആശ്രയ സങ്കേതമായി മാറണമെങ്കിൽ യുഗങ്ങളായിട്ട് ആചരിച്ചു വരുന്ന ഒരു അനുഷ്ഠാനങ്ങളുണ്ട് അവിടെ. ആ ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റാതെ പാലിച്ചു വന്നതുകൊണ്ടും മാത്രമാണ് അത് അതുപോലെ അവിടെ നിലനിൽക്കുന്നത്. നമ്മളെ പോലെയുള്ള ഒരുപാട് കൃഷ്ണഭക്തി ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് അതിന്റെ പരിശുദ്ധി നഷ്ടപ്പെടാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ ഫോളോ ചെയ്യേണ്ട ഒരു ബാധ്യത നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ ഓരോ പള്ളികൾ നോക്കിയാലും ഏത് ആരാധനാലയങ്ങൾ എടുത്താലും അവർക്കെല്ലാം അവരുടേതായിരിക്കുന്ന ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ലംഘിക്കാൻ ആരും പോണ്ടാന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്ന വേർതിരിവല്ല കാണിക്കുന്നത്. എന്തിനും അതിൻ്റെതായ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. മനസ്സിലായോ? അപ്പോ
എന്താ പറയാ, അതാണ് എന്തൊക്കെയോ ഇങ്ങനെ മുസ്ലിം പള്ളിയിൽ നമസ്കരിക്കാൻ അനുവാദമില്ല അല്ലെ. അപ്പൊ എനിക്കറിയില്ല, അതേക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കാം മേ ബി. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ഗുരുവായൂരമ്പലം സംരക്ഷിക്കേണ്ടത്, നമ്മുടെ ഗുരുവായൂരമ്പലം എന്നല്ല, നമ്മുടെ ഓരോ സനാതന ധർമ്മത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെയും ആരാധനാലയങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് പോലും ഇത്രയും നല്ല റൂൾസ് അവിടെ വെച്ചിരിക്കുന്നത്. ആരും വന്നിട്ട് റീൽസ് എടുക്കരുത്, അങ്ങനെ ഡാൻസ് ആടി തുള്ളാനുള്ള ഒരു സ്ഥലമല്ല. വേറെ എവിടെ വേണമെങ്കിലും പോയി ഡാൻസ് ആടിക്കോളൂ. എത്ര ഇപ്പൊ എഡിറ്റിംഗിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനോ ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. വളരെ മാന്യമായ വസ്ത്രധാരണത്തോടുകൂടി മാന്യതയോടുകൂടി വന്നു കയറേണ്ട ഒരു സ്ഥലമാണ് ഗുരുവായൂരമ്പലം പോലെയുള്ള പരിശുദ്ധമായിരിക്കുന്ന ആരാധനാലയങ്ങൾ. അവിടെ അക്രമങ്ങളും അതിക്രമങ്ങളും തെറ്റായ കാര്യങ്ങളും കാണിക്കണ്ട എന്ന് മാത്രമേ നമ്മൾ അപേക്ഷിക്കുന്നുള്ളൂ അല്ലെ. ഇത് ഞാൻ ആരെയും അപലപിച്ചു പറയുന്നതല്ല. അച്ചടക്കം ക്ഷേത്രങ്ങളിൽ നിർബന്ധമാണ്. അനാവശ്യ സംസാരങ്ങള്, ശബ്ദമുയർത്തിയുള്ള സംസാരങ്ങള്, ഇതൊന്നും വേണ്ട. കാരണം അനേകായിരം കോടി ജനങ്ങള് ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ഒന്ന് ഇറക്കി വെച്ച് ഒരു മനഃശാന്തി തേടി വരുന്ന ഇടമാണ് ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഗുരുവായൂരമ്പലം നമുക്ക് കിട്ടിയ കേരളത്തിന്റെ ഏറ്റവും വലിയ പുണ്യമാണ് ആ ഗുരുവായൂരമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പരിശുദ്ധി നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ആരെയും താഴ്ത്തിക്കെട്ടുന്നില്ല, എല്ലാവരും ശ്രദ്ധിക്കുക. അവിടുത്തെ നിയമങ്ങളൊന്ന് അനുസരിക്കുക. മനസ്സിലായില്ലേ? ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുമുള്ള ഒരു എന്താ പറയാ ഒരു അധികാരം നമ്മുടെ ഇന്ത്യ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ഭാരതം തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, അതിനാരും തടസ്സം ചെയ്യില്ല. പക്ഷേ ഹിന്ദുവായിട്ട് ക്ഷേത്രത്തിൽ കയറുക, അല്ലാതെ മറ്റൊരു മതത്തിൽ നിന്നുകൊണ്ട് ആ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ മതത്തിൻ്റെതായ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് എന്തിനു വേറൊരു മതത്തിൽ ചാടിക്കേറുന്നു? ഏതെങ്കിലും ഒന്നിൽ അടിയുറച്ചു നിൽക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. മുസ്ലിം ആയിട്ടിരിക്കുക, ഹിന്ദു ആയിട്ടിരിക്കുക, ക്രിസ്ത്യൻ ആയിട്ടിരിക്കുക അല്ലെ. അല്ലാതെ ഹിന്ദുവായി നിന്നിട്ട് മുസ്ലിമിലേക്ക് ഓടുക, അത് ഫോളോ ചെയ്യുക. എന്തിനാ രണ്ടിലും ഇല്ലാതെ നിൽക്കുന്നത്? എന്റെ ഡൗട്ട് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. വിശ്വസിച്ചോളൂ, ബഹുമാനിച്ചോളൂ, പക്ഷെ അതൊരിക്കലും വ്രണപ്പെടുത്തുന്ന രീതിയിലാവരുത്. ഇപ്പോ നമ്മള് എല്ലാം വിട്ടുകളയൂ. ഒരു അന്യമായിട്ടിരിക്കുന്ന ഒരാളുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരാളുടെ വീട്, എപ്പോഴും നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണെങ്കിലും നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും അമിത സ്വാതന്ത്ര്യം എടുക്കില്ല. ശരിയല്ലേ? ഒരിക്കലും അമിത സ്വാതന്ത്ര്യം നമ്മൾ എടുക്കില്ല. ഇനി അടുത്ത വീടും വിട്ടുകളയൂ. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾക്കൊരു സഹോദരനുണ്ട്, സഹോദരി ഉണ്ടെങ്കിൽ അവർ വിവാഹം ചെയ്തിട്ട് ഒരു കൂട്ടുകുടുംബമായിട്ടാണ് ഒരു വീട്ടിൽ ജീവിക്കുന്നതെങ്കിൽ അവരുടെ ബെഡ്റൂമിലേക്ക് നമ്മൾ അനാവശ്യ സ്വാതന്ത്ര്യം എടുത്ത് കയറില്ല. ആലോചിച്ച് നോക്കൂ. ഒരിക്കലും അനാവശ്യ സ്വാതന്ത്ര്യം എടുത്ത് നമ്മൾ ആരും ഇപ്പൊ എന്റെ ബ്രദറിന്റെ റൂം, ഞാൻ ഒരിക്കലും അവൻ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുൻപേ ആ റൂമിൽ കയറുന്ന സ്വാതന്ത്ര്യം ഇപ്പോൾ ഞാൻ എടുക്കാറില്ല. കാരണം എന്താ? അതൊരു കുടുംബമാണ്, അവർക്ക് അവരുടേതായ സ്വകാര്യതകളുണ്ട്. കാരണം അവിടെ ഒരു നിയമമുണ്ട്. അപ്പം ഇല്ലേ, ഒരു നിയമം അവിടെയുണ്ട്. ആ നിയമത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ആ നിയമത്തെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പറഞ്ഞത് തന്നെയാണ് എന്റെ സഹോദരൻ. ഞാനും അവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ അതിനിടയിലുള്ള ഒരു നിയമത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ, നമ്മൾ അവരെ ആചാരാനുഷ്ഠാനങ്ങളെയും ബഹുമാനിക്കുക, നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളെയും ബഹുമാനിക്കുക. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനെ കാണിക്കേണ്ട ഒരു സ്ഥലമല്ല ഗുരുവായൂരമ്പലം. അവിടെ കോടിക്കണക്കിന് ജനങ്ങളുടെ ആവലാദികളും വേവലാദികളും തകർന്ന ഹൃദയവും ആശ്വാസപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ മണിക്കൂറുകളോളം ലൈൻ നിന്നിട്ട് കാണാൻ വരുന്ന നിരവധി ഭക്തരുണ്ട്. ആ ഭക്തരെ ഏത് രീതിയിൽ ആ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഉറക്കമൊഴിച്ചിട്ട് അവരെങ്ങനെയും ആയിക്കോട്ടെ, ഏത് രീതിയിലും ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ജോലി ചെയ്യുന്ന ജോലിക്കാരുണ്ട് ഇല്ലേ. അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു ഒരു സംഭവമാണ് ഈ പറയുന്ന ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് സ്പർദ്ധ ഉണ്ടാക്കാതെ എല്ലാവരും ശ്രദ്ധിക്കുക. അത് ഗുരുവായൂരമ്പലം എന്ന് മാത്രമല്ല, ഇനി മോസ്ക് ആയാലും ശരി, ചർച്ച ആയാലും ശരി, നമ്മൾ ഹിന്ദുക്കൾ അവിടെ ഒരു സന്ദർഭത്തിൽ പോകേണ്ടി വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ ആരാധനാലയങ്ങളുടെ നിയമങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന അവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കരുത്. കാരണം ഞാൻ വേളാങ്കണ്ണി ചർച്ചിലൊക്കെ പോകാറുണ്ട്, പൂണ്ടി മാതാക്കോവില് ഒക്കെ പോകാറുണ്ട്. എനിക്ക് അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാ മതങ്ങളിലും ഞാൻ നന്നായിട്ട് ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്രേക്കപ്പ് ചെയ്യുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാറില്ല. ആലോചിച്ച് നോക്കണം, ഒന്നും ചെയ്യാറില്ല. നമ്മൾ ഹിന്ദുക്കൾ തന്നെ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ മൊബൈൽ അലൗഡ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റാറില്ല. എന്താ, മൊബൈൽ എടുത്താൽ കൃഷ്ണൻ ഇറങ്ങി പോവോ? ഇല്ല. പക്ഷെ അത് അവിടെ ഒരു നിയമമാണ്.
മനസ്സിലായില്ലേ? ആ നിയമത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, അതുപോലെ മറ്റുള്ളവരും ബഹുമാനിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ടോക്ക് നമ്മുടെ പേജിലൂടെ കൊടുത്തിട്ടില്ല. പക്ഷെ ഓരോ ദിവസവും ഇങ്ങനെ അമ്പലത്തിൽ ഉണ്ടാവുന്ന വിഷമങ്ങൾ കാണുമ്പോൾ ഇത് ബാധിക്കുന്നത് കൃഷ്ണനെ അല്ല, ഇത് ബാധിക്കുന്നത് അവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളെയുമാണ്. അപ്പോൾ ആ ഭക്തജനങ്ങളുടെ ഹൃദയം മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എന്താണ് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. ഇന്ന് കാണുന്ന ശരീരത്തിന്റെ സൗന്ദര്യം റീൽസ് എടുത്ത് കാണിക്കാനായിട്ടുള്ള ഒരിടമായിട്ട് ഒരിക്കലും ഗുരുവായൂരമ്പലം ആരും യൂസ് ചെയ്യാതിരിക്കുക, ഒരാളും യൂസ് ചെയ്യാതിരിക്കുക. ഇത് മുസ്ലിംസിനോ ക്രിസ്ത്യൻസിനോ എന്ന് മാത്രമല്ല, ഹിന്ദുസിനും കൂടിയുള്ള ഒരു റിക്വസ്റ്റ് ആണ്, ഒരു അപേക്ഷയാണ്. നമ്മുടെ ശരീര സൗന്ദര്യവും നമ്മളിട്ട വസ്ത്രത്തിന്റെ അഴകും കാണിക്കാനും വേണ്ടിയിട്ട് റീൽസ് എടുക്കാനുള്ള ഒരു സ്ഥലമല്ല നമ്മുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന മണ്ണ്. അത് പരിശുദ്ധമായ മണ്ണാണ്. ഒരുപാട് യുഗാന്തരങ്ങളായിട്ട് അത്രയും പവിത്രമായിട്ട് പുണ്യമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന മണ്ണാണ്. അവിടെ എന്ത് തന്നെ ആയാലും ശരി, ഓരോ ഭക്തന്റെയും വേദനയുണ്ട്, ഓരോ ഭക്തന്റെയും കണ്ണുനീരുണ്ട്, ഓരോ ഭക്തന്റെയും ആഗ്രഹ സഫലീകരണം നടന്ന സ്ഥലമാണ്. നമ്മുടെ യുഗങ്ങൾക്ക് മുമ്പേയുള്ള പൂന്താനം തിരുമേനിയെ പോലെയുള്ള കോടാനുകോടി അത്രയും വലിയ ഭക്തര് ഭഗവാനെ എന്ന് പറഞ്ഞ് നമസ്കരിച്ച മണ്ണാണ്. അതിനെ വ്രണപ്പെടുത്താതിരിക്കുക. അവിടെ വരുന്ന ഭക്തന്റെ ആവലാദികളും വേവലാദികളും അവിടെ പറഞ്ഞു തീർത്തിട്ട് വിഷമം തീർത്ത് അവിടുന്ന് കടന്നു പോകുന്ന മണ്ണാണ്. അത് റീൽസ് എടുക്കാനുള്ള മണ്ണല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിന്റെ നിയമം ഇനിയെങ്കിലും എല്ലാവരും പാലിക്കുക. ഇനിയെങ്കിലും നമ്മുടെ പുണ്യമായിരിക്കുന്ന ഗുരുവായൂർ അമ്പലത്തെ മുറിപ്പെടുത്തുന്ന ഒന്നും ആരിൽ നിന്നും ഇല്ലാതിരിക്കട്ടെ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു പോയി. ഭഗവാൻ പറഞ്ഞതുപോലെ സംഭവിച്ചതെല്ലാം നല്ലതിന്, അത് കഴിഞ്ഞു പോയി. പക്ഷെ ഇനി എങ്കിലും ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ ധൈര്യപൂർവ്വം നല്ല വാക്കുകൾ കൊണ്ട് ആ ചെയ്യുന്നവരോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഇവിടെ ചെയ്യരുത്, ഇങ്ങനെ ഒരു നിയമം ഇവിടെ ഉണ്ട്, അതുപോലെ നമ്മുടെ കുളം അതൊക്കെ വളരെ പരിശുദ്ധമാണ്, അവിടെയുള്ള ആ വേർഡ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പോലുള്ളവരെങ്കിലും ശ്രമിക്കുക. ഇത് ഒരിക്കലും മതത്തിന്റെ സ്പർദ്ധയല്ല കേട്ടോ, ഇവിടെ പരിശുദ്ധിയുടെയും എല്ലാത്തിന്റെയും സ്പർദ്ധയാണ്. ഓരോരുത്തർക്കും ഓരോ മതമുണ്ട്, ആ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് പോവുക. ഓക്കെ, ആ മതത്തിൽ വിശ്വസിക്കുക. ഇനി ആ മതത്തിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് മറ്റൊരു മതം സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചിട്ട് വരൂ. എവിടെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, എവിടെ വേണമെങ്കിലും കയറാം, ഏത് ദൈവത്തിൽ വേണേലും വിശ്വസിക്കാം. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിൽ പോയിട്ട് അവിടെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഇല്ലാതിരിക്കട്ടെ. ഇത് ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ, ഒരിക്കലും ഓർഡർ അല്ല, ഒന്നുമല്ല, അപേക്ഷയാണ്. ഭക്തരുടെയും എന്താ പറയാ ഗുരുവായൂർ അമ്പലത്തിന്റെയും സമാധാനം നിലനിർത്തുക. അത്രയും എങ്കിലും നമുക്കൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസ്കാരം സിദ്ധിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും എന്താണ് അവരുടേതായിരിക്കുന്ന മതപരങ്ങളായിരിക്കുന്ന അനുഷ്ഠാനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ കാര്യം എന്താണെന്ന് അറിയാമോ? ചില പ്രശ്നങ്ങൾക്ക് എന്താ പറയാ പ്രശ്നങ്ങള് പോസ്റ്റ് ചെയ്ത് FB-യിൽ വരുമ്പോൾ അതിന്റെ അടിയിൽ ചില കമന്റ്സ് ഉണ്ട്. അത് ഹൈന്ദവത്തിൽ ഇരിക്കുന്ന വ്യക്തികളുടെ വായിൽ നിന്ന് വരുമ്പോഴാണ് കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്നത്. ഒരു മുസ്ലിം വനിത അവിടെ വന്നതോടുകൂടി കൃഷ്ണൻ ഇറങ്ങിപ്പോയോ? അതല്ല അവിടെ ചോദ്യം ചെയ്യേണ്ടത്. അവിടെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് തടസ്സം സംഭവിച്ചു എന്നാണ് നോക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇവിടെ ഒരു മുസ്ലിമിന്റെയോ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യന്റെയോ പ്രശ്നമല്ല. നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ ആ മതത്തിൽ നിൽക്കാൻ പഠിക്കൂ. ആ മതം വേണ്ട എങ്കിൽ മറ്റൊരു മതം സ്വീകരിക്കാനുള്ള നിയമപരമായിരിക്കുന്ന അവകാശം, ഒരു അജണ്ട നമ്മുടെ ഭാരതീയനുണ്ട്, ഓരോ ഭാരതീയനുണ്ട്. അതിൽ നിന്നുകൊണ്ട് ഒന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട്. രണ്ട് തോണിയിൽ എന്തിനാ കാലിട്ട് വെക്കുന്നത്? അതെല്ലാം നിങ്ങൾക്ക് അവിടെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പോവാണെങ്കിൽ അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് കണ്ടിട്ട് തിരിച്ചു വരും. നിയമലംഘനം നടത്തിയിട്ട് തിരിച്ചു വരാതിരിക്കും. ഇത്രേ പറയുന്നുള്ളൂ. അല്ലാതെ കൃഷ്ണൻ ഓടിപ്പോയോ, കൃഷ്ണൻ അവിടെ കിടന്നുറങ്ങിയോ, ഇതൊന്നും ഇവിടുത്തെ ചോദ്യവും ഉത്തരവല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ഒരാൾ ചെയ്യുന്ന തെറ്റ് എത്ര കോടി ജനങ്ങളെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും വേണ്ട. അങ്ങനെ നമ്മളുടെ ആർക്കും അങ്ങനെ ഒരു സങ്കടം കൊടുക്കാതിരിക്കുക. ഇപ്പോ അന്നത്തെ ദിവസം തന്നെ അവിടെ വീണ്ടും എല്ലാ പൂജകളും തിരിച്ച് ആവർത്തിച്ചപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എത്ര സമയം മെനക്കെട്ടു, എത്ര ഭക്തർ എത്ര മണിക്കൂർ നിൽക്കേണ്ടി വന്നു. ഇവരൊക്കെ എത്ര ദൂരത്തുനിന്ന് എത്ര മാസങ്ങൾക്ക് മുമ്പേ ഒന്ന് ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് കയ്യിൽ വരുന്ന ഓരോ ചില്ലറ തുട്ടുകളും എണ്ണി വെച്ച് കൂട്ടിപ്പിടിച്ച് കൂടെ വരാൻ ഒരാളെയും കാത്തിരുന്നിട്ടൊക്കെ അത്രയും മനസ്സുകൊണ്ട് ഭഗവാനെ വിളിച്ചിട്ടായിരിക്കില്ലേ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആ ഒരൊറ്റ ദിവസം കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പാവങ്ങൾ വന്നിട്ട് 5 മണിക്കൂർ നിൽക്കേണ്ട ലൈന് 10 മണിക്കൂർ നിൽക്കേണ്ട അവസ്ഥയിലോട്ട് പോയി. അപ്പൊ അതൊക്കെ എത്ര ബുദ്ധിമുട്ടാണ്. മേൽശാന്തിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ 2 മണിക്ക് അവരൊക്കെ അമ്പലത്തിൽ കയറിയാൽ ഒരു ബന്ധങ്ങളും ഇല്ലാതെ ഭഗവാനേന്ന് പറഞ്ഞിട്ടിരിക്കുന്ന, നമ്മളൊരു 5 ദിവസം 2 മണിക്ക് എണീറ്റിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് പോയിട്ട് വീണ്ടും 4 മണിക്ക് വന്ന് അങ്ങനത്തെ ഒരു ജോലി നമ്മൾ ചെയ്തൊക്കെ എത്ര ടയർഡായിരിക്കും. അപ്പൊ അദ്ദേഹം ഒരു മനുഷ്യനാണ്.
അവിടെയുള്ള ഓരോ ജീവനക്കാരും മനുഷ്യന്മാരാണ്. നമ്മൾ ആരുടെയും തെറ്റും ശരിയും പറയാൻ ആൾക്കാരല്ല. അപ്പൊ നിരവധി ആളുകളുടെ കഷ്ടതകൾക്ക് നമ്മൾ എന്തിനാ ഒരു കാരണമാവുന്നത്? ആചാരാനുഷ്ഠാനങ്ങളും നിയമങ്ങളും അതുപോലെ പാലിക്കുക, സമൂഹത്തിൽ സമാധാനം നിലനിർത്തുക, അത്രേ വേണ്ടൂ. ആരാധനാലയങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, ഒരിക്കലും നമ്മൾ, അതെ തീർച്ചയായിട്ടും ഷാജേട്ടാ, ഒരിക്കലും ആരാധനാലയങ്ങൾ നമ്മൾ കാരണം കളങ്കം സംഭവിക്കാതിരിക്കട്ടെ, ആ പരിശുദ്ധി അതുപോലെ നിലനിർത്താൻ സാധിക്കട്ടെ. നമ്മൾ കാരണം മലിനീകരിക്കപ്പെടരുത്, നമ്മുടെ പേര് അതിൽ ഉയർത്തപ്പെടരുത്. ഇങ്ങനെ ഓരോ വ്യക്തികളും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. അപ്പോ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് കൃഷ്ണൻ പറയുന്നു, അതെനിക്ക് വേണ്ടി ചെയ്യുക, അതാണ് അർച്ചന എന്നുള്ളത്. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നോ അത് ഭഗവാന് മനസ്സുകൊണ്ട് സമർപ്പണം ചെയ്യുക. അങ്ങനെ സമർപ്പണം ചെയ്തുകൊണ്ട് ഒരു അർച്ചന ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഭിക്ഷാദാനത്തിലുള്ള വാസന ഏതൊരു മനുഷ്യനിലും ഉണ്ട്, ഇല്ലേ? നമ്മൾ കഴിക്കുന്നത് എന്തായാലും അത് ഭിക്ഷയായിട്ട് കൊടുക്കാനും ദാനമായി സ്വീകരിക്കാനും ഏതൊരു വ്യക്തിക്കും സാധിക്കും. അതെനിക്ക് തരൂ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതെനിക്ക് തരൂ. പക്ഷെ ഇതേ കൃഷ്ണൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാന് സമർപ്പിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാണെന്ന്. അപ്പൊ അത് ശ്രദ്ധിച്ചുകൊണ്ട് ഭഗവാന് സമർപ്പിക്കാൻ പാടില്ലാത്തത് എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കുന്ന ഭക്ഷണം ഭഗവാന് സമർപ്പിച്ചിട്ട് നമ്മൾ കഴിക്കാൻ പഠിക്കണം. ഓക്കെ, നേടിവെച്ച മിച്ച ധനം അത്രയും കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ പുരോഗതിക്കായിട്ട് ഉപയോഗിക്കുക എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരുപാട് പണം നമ്മൾ ചേർത്ത് വെച്ചിട്ട് കാര്യമില്ല. ഇല്ലാത്തവന് സഹായിക്കുക, അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് സഹായിക്കുക. 10 പേർക്ക് ദാനം നൽകുമ്പോൾ അതിനൊരു ഐശ്വര്യം വേറെയാണ്. ഇതെല്ലാം ചേർത്ത് പിടിച്ച് ഇങ്ങനെ നെഞ്ചോടടക്കി വെച്ചിട്ട് മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പോണില്ല. 1000 രൂപ കിട്ടുകയാണെങ്കിൽ 10 രൂപയെങ്കിലും പാവങ്ങൾക്കും നല്ല നല്ല പ്രസ്ഥാനങ്ങൾക്കും ആരാധനാലയങ്ങൾക്ക് വേണ്ടിയും കൊടുക്കുക. സ്വീകരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയേണ്ട കാര്യമില്ല, നമ്മൾ കൊടുത്തോ അത്രയേ ഉള്ളൂ. എത്രയോ പട്ടിണി പാവങ്ങൾ മഞ്ചരീസിലൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്രയോ ഭക്ഷണം കണക്ക് നോക്കാതെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർ കഴിക്കുന്നുണ്ട്, അവർ സ്വസ്ഥമാവുന്നുണ്ട്. നാളെ അവരെ നമ്മൾ കാണോ, അവർ നമ്മളെ കാണോ അറിഞ്ഞൂടാ. പക്ഷെ ഒരു നേരം അവർ കഴിച്ചിട്ടുണ്ട്, ഇല്ലേ? അങ്ങനെ നോക്കുന്ന സമയത്ത് എത്ര സന്തോഷകരമായിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെയുള്ള നല്ല നല്ല പ്രവൃത്തികൾ കൃഷ്ണാവബോധത്തിൽ നിന്നുകൊണ്ട് ചെയ്യുക. ഇന്ന് ജനങ്ങൾക്ക് ധ്യാന യോഗത്തിൽ വളരെ താല്പര്യം കാണുന്നുണ്ട്, ഇല്ലേ? എല്ലാവരും ഒന്ന് ധ്യാനിക്കാൻ സാധിച്ചാൽ നല്ലത് എന്ന് ചിന്തിക്കും. കാരണം എന്താ? ധ്യാനം മനസ്സിന് ശാന്തി നൽകും. ശാന്തി നമുക്ക് ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥയാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട് ചില സമയങ്ങളിൽ, അയ്യോ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്, എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ മതി എന്നുണ്ടെന്ന്. എവിടേക്ക് ഓടിപ്പോണ്ട കാര്യമില്ല. സമാധാനം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കണ്ടെത്തുക, സ്വസ്ഥമായിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം തലയിന്നെടുത്ത് ബാസ്ക്കറ്റിലേക്ക് ഇടുക. നമ്മൾക്ക് ഒരാളെ കൊണ്ടും കമ്പൽ ചെയ്തിട്ട് നമ്മളെ സ്നേഹിപ്പിക്കാൻ പറ്റില്ല. പറ്റുമോ? നിങ്ങൾ എന്നെ സ്നേഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർബന്ധം പിടിച്ച് സ്നേഹിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളെ ഞാൻ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ കേൾക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം കേൾക്കുക. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് പൂർണ്ണമായിട്ട് ശരിയാണോ എന്ന് ചിന്തിച്ചിട്ട് ചെയ്യാം. ആരെയും ഒന്നിനും നിർബന്ധിക്കാതിരിക്കുക. കാരണം എന്താ? എല്ലാവരും പലവിധ തിരക്കുകളിലാണ്, അല്ലെ? ഞാനും നിങ്ങളൊക്കെ ഒരുപോലെ തിരക്കുകളിലാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ ജീവിത പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ കിട്ടുന്ന ചെറിയ സമയമാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോ ഒന്നിനും ആരെയും നിർബന്ധിക്കാതിരിക്കുക. നിർബന്ധം കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അപ്പൊ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ശാന്തിയിലേക്ക് പോകും, സമാധാനത്തിലേക്ക് പോകും. എപ്പോഴും കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് അവോയ്ഡ് ചെയ്യുക, തിരിച്ചതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക. ആരായാലും ചിലപ്പോൾ വീട്ടിൽ കാണും ചില വ്യക്തികൾ നമ്മൾ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് മറുപടി കൊടുക്കണ്ട, അത്രേ പറയാൻ പറ്റും. അതിനി എന്ത് പറഞ്ഞാലും ശരി. കാരണം എന്താ അറിയോ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, റിയാക്ട് ചെയ്യാൻ എളുപ്പമാണ്, ക്ഷമയോടിരിക്കാൻ നല്ല ശക്തി വേണം, നല്ല വിൽ പവർ വേണം നമുക്ക്. റിയാക്ട് ചെയ്യാൻ അത്ര വിൽ പവർ ഒന്നും വേണ്ട, പെട്ടെന്ന് അങ്ങോട്ടേക്ക് റിയാക്ട് ചെയ്യാം. പക്ഷെ ക്ഷമിക്കാൻ അത് ഒരു സൂപ്പർമാനും സ്പൈഡർമാനും ഹീമാനും ബാറ്റ്മാനും ഒന്നായി കഴിഞ്ഞാലുള്ള പവർ വേണം, എങ്കിൽ മാത്രമേ ക്ഷമിക്കാൻ പറ്റൂ. അപ്പോൾ ക്ഷമിക്കാൻ പഠിക്കുക. ഞാൻ എന്താ ചെയ്യാന്നറിയാം, എനിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിയില്ല, അതവിടെ വിട്ടേക്കും. അതിന് മറുപടിയും കൊടുക്കാൻ പോവില്ല, അത് ചോദിക്കാനും പോവില്ല, നോക്കുന്നില്ല, അങ്ങനെ മാറ്റിയിട്ടേക്കും. ഇനി ഇഷ്ടമുള്ള കാര്യമാണ്, അത് നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് ഞാൻ സമയം കണ്ടെത്തും. കാരണം എന്താ? അതൊരു ആശ്വാസമാണ്, അത് സന്തോഷമാണ്. സന്തോഷമുള്ള മനസ്സോടുകൂടി ബെഡിലേക്ക് ചെന്ന് കിടന്നു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ഉറങ്ങാൻ പറ്റും. സ്ട്രെസ് പിടിച്ച മൈൻഡോട് കൂടി ചെന്ന് കഴിഞ്ഞാൽ സ്ട്രെസ് തന്നെയായിരിക്കും. എന്തിനാ ഇങ്ങനെ സ്ട്രെസ് പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്? അതിന്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് ശാന്തി കണ്ടെത്തുക ജീവിതത്തില്. കേൾക്കണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, കേട്ടാലും അതിന് വാല്യൂ കൊടുക്കാതിരിക്കുക. സ്വസ്ഥത ഉണ്ടാക്കിയെടുക്കുക ജീവിതത്തിൽ. ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് സമാധാനമാണ്. ആ സമാധാനത്തിൽ കിടന്നുറങ്ങുക, സമാധാനത്തിൽ
എന്താ പറയാ ജീവിക്കാൻ പഠിക്കുക. അത് മതി നമുക്ക്. ഓക്കെ, ഈ യുഗത്തിൽ ഇത് പ്രായോഗികമല്ല. എന്ത് ധ്യാനയോഗം? കാരണം എന്താ, വളരെ ബിസി ഷെഡ്യൂളാണ്. ഇവിടെ എവിടെയാണ് നമുക്ക് ധ്യാനിക്കാൻ സമയം? ധ്യാനിക്കാൻ സമയമില്ല, നമുക്ക് ആർക്കും സമയമില്ല. ഇനി പ്രാർത്ഥനാ റൂമിലൊന്ന് പൂജാമുറിയിൽ ഇരുന്നാൽ തന്നെ അയ്യോ എനിക്ക് പൂജാ റൂമിലേക്ക് തന്നെ വേണം 4-5 മണിക്കൂർ, അത്രയും സമയം പോയി എന്ന് പറയുന്ന കാലഘട്ടമാണിത്. അപ്പൊ ധ്യാനിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്റെ സമാധാനം നിലനിർത്താനുള്ള സമയം കണ്ടെത്തുക എന്നർത്ഥം. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എവിടെങ്കിലും പോയി ഹിമാലയത്തിൽ പോയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ അടച്ചിട്ടൊരു റൂമിൽ ഇരിക്കാനോ ഒന്നുമല്ല. സ്വസ്ഥമായിട്ടിരിക്കുക, ഒരു സ്ഥലത്ത് മിണ്ടാതെ ഒരു ഭാഗത്ത് അവിടെ ഇരിക്കുക. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രയാസം ഇല്ലെന്നേ. സ്വസ്ഥമായിട്ട് അങ്ങനെ ഇരുന്ന് പോവാം. നമുക്ക് ആരോടും പരാതിയില്ല, ആരോടും പരിഭവവും ഇല്ല. നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് പോവാം, അത്രേ വേണ്ടൂ. നമ്മൾ ആൻസർ കൊടുക്കാൻ പോകുന്തോറുമാണ് ഇത് കിടന്ന് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക. അപ്പൊ ആൻസറേ കൊടുക്കണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ. ഉത്തരം പറയണം എന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ജീവിതത്തിൽ ഉത്തരം കൊടുക്കുക. മനസ്സിലായോ? ഉത്തരം പറയണ്ട എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ കാണാതിരിക്കുക, ചോദിക്കാതിരിക്കുക, അത്രേ വേണ്ടൂ. അതിൽ കൂടുതൽ ഒന്നും ചെയ്യണ്ട. കാരണം എന്താ, സമാധാനമായിട്ടിരിക്കുക ജീവിതത്തിൽ. നമ്മൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേത്, അത് കഴിഞ്ഞാൽ 3, ഇങ്ങനെ പോവും വീട്ടിലെ പ്രശ്നങ്ങൾ. അപ്പൊ ഒന്നും പറയണ്ട, 2ഉം പറയണ്ട, 3ഉം പറയണ്ട. കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, നമ്മൾ അന്ധനും ബധിരനുമാണെന്ന് അങ്ങ് സ്വയം അങ്ങ് നമ്മളെ അങ്ങ് ഉറപ്പിക്കുക. മനസ്സിലായില്ലേ? കുറെ കഴിയുമ്പോൾ താനെ അങ്ങ് സ്റ്റോപ്പ് ആയിക്കോളും. അപ്പൊ എങ്കിലും ദിവസത്തിൽ 24 മണിക്കൂറും മാലയെടുത്ത് ഹരേ കൃഷ്ണ മന്ത്രം ഉരുവിട്ടുകൊണ്ട് കൃഷ്ണനെ ധ്യാനിച്ചു ഇരുന്നാൽ ഒരാൾ ഉത്തമനായ ധ്യാനയോഗിയായി തീരും. അങ്ങനെ ഇപ്പൊ നമുക്ക് പറ്റൂലല്ലോ. പറ്റുമോ? 24 മണിക്കൂർ നമുക്ക് ജപമാല എടുത്തിട്ട് കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പോസിബിളായ കാര്യമാണോ? ഒരിക്കലും അല്ല. കാരണം എന്താ, നമുക്ക് കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ അവരെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ജീവിതത്തിൽ ധ്യാനത്തിന്, അതായത് ജപത്തിന് ഒരു സമയം കണ്ടെത്തുക. അല്ലാതെ അമ്പിളി മാതാജി പറഞ്ഞിട്ടുണ്ട് ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാൻ, അതുകൊണ്ട് താങ്കളൊന്ന് പോകൂ എന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ട് കുട്ടികളോട് നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ എടുത്ത് തിന്നോ മക്കളെ, അല്ലെങ്കിൽ ഡെയിലി ബ്രെഡും ജാമും തരാമെന്നും പറഞ്ഞിട്ട് നമ്മള് മാലയും പിടിച്ചുകൊണ്ട് ജപിച്ചിരുന്നാൽ ഭഗവാൻ പാർത്ഥനോട് പറഞ്ഞിട്ടുണ്ട് പാർത്താ കർമ്മം ചെയ്യൂന്ന്. അപ്പൊ ഭഗവാൻ തിരിച്ചു ചോദിക്കും, കർമ്മനോട് ചോദിക്കുന്നത് പോലെ, നിനക്ക് ഗൃഹസ്ഥാശ്രമിയായി ഞാനൊരു ജീവിതം തന്നിട്ട് എവിടെ നീ കർമ്മം ചെയ്തു? നീ നിന്റെ ഭർത്താവിനെ നോക്കിയോ? ഭർത്താവിന്റെ അച്ഛനമ്മമാരെ നോക്കിയോ? മക്കളെ നോക്കിയോ? അയ്യോ അവരൊക്കെ എന്നെ ഉപദ്രവിച്ചു കൃഷ്ണ, അത് ചോദിക്കാനാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീ അത് ചോദിക്കാൻ ആളാരാന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് ഉത്തരമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാ, സർവം കൃഷ്ണാർപ്പണമസ്തു, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഇട്ട് കൊടുക്കുക. ഭഗവാൻ നോക്കിക്കോളും. ഞാൻ അങ്ങനെ ചെയ്യാറ്, അത് ഭഗവാൻ നോക്കിക്കോളും. എനിക്കതിന് നേരമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യാം. ആ ചെയ്യുന്ന കർമ്മത്തിലും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ ചെയ്യുന്ന കർമ്മവും കൃഷ്ണനെ സമർപ്പിച്ച് കർമ്മവും ചെയ്ത് ആരോടെല്ലാം എന്തെങ്കിലും ചോദ്യം ചെയ്യാണ്ട് അത് ഭഗവാൻ ചോദിച്ചു. ആ രീതിയിൽ പോവുകയാണെങ്കിൽ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവാം. അതല്ല ഈ വടിയെടുത്ത് വരുന്നവരൊക്കെ വെട്ടാൻ വാളും എടുത്ത് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ കർമ്മം ചെയ്യാനും സമയം കിട്ടൂല, ധ്യാനിക്കാനും സമയം കിട്ടൂല, ജീവിക്കാനും സമയം കിട്ടൂല, സ്വസ്ഥതയെ ഉണ്ടാവില്ല. പിന്നെ അടുത്ത ജന്മത്തിൽ വല്ല പേയും പിശാചായിട്ട് വല്ല ഡിനോസർ ആയിട്ടൊക്കെ ജനിക്കണം. അത്രയും സാത്വികത എല്ലാം മനസ്സിൽ നിന്ന് പോയിട്ട് വല്ല രജോ തമോ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. അതിൻ്റെയൊക്കെ ആവശ്യം നമുക്ക് എന്താ? ഒരാവശ്യമില്ല, ഇല്ലേ? അപ്പൊ സ്വസ്ഥതയാണ് വേണ്ടത് കേട്ടോ. അപ്പോ ഇത് 6ാം അധ്യായത്തിൽ നമ്മൾ ഇതേക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ, ഓർമ്മയുണ്ടെങ്കിൽ ഓർത്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇനി 28ാമത്തെ ശ്ലോകമാണ്. ശുഭാശുഭ ഫലൈരേവം മോക്ഷസ്യേ കർമ്മബന്ധനേ സംന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമു പൈഷ്യസി എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കർമ്മബന്ധങ്ങളിൽ നിന്നും തജ്ജനങ്ങളായിരിക്കുന്ന ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വതന്ത്രനാവാം. നമുക്ക് ഇതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം നേടാൻ പറ്റും. കർമ്മഫലങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. പരിത്യാഗം എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. നമ്മൾ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ നിശബ്ദതയാണ് പാലിക്കുന്നതെങ്കിൽ നമുക്ക് ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കൊടുക്കാനാണ് പോകാൻ തീരുമാനിക്കുന്നതെങ്കിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഭഗവാനെയും പ്രാപിക്കില്ല. അതിന് ഭഗവാന് വേണം എന്ന് ചിന്തിക്കുന്നവർ എന്ത് ചെയ്യാം? വീട്ടില് നിശബ്ദത പാലിക്കുക. അതാണ് കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത്, ക്ഷമ. ആ ക്ഷമ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാവും, നമുക്ക് കൃഷ്ണനെ പ്രാപിക്കാൻ പറ്റും. അങ്ങനെ കൃഷ്ണനെ പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മതി ഈ ജന്മത്തിൽ മോക്ഷം ലഭിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ മോക്ഷം ലഭിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ജീവിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഇനി ഭഗവത് നിർദ്ദേശം അനുസരിച്ച്, അതായത് ഭഗവാൻ എന്ത് പറഞ്ഞോ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ് യുക്തൻ എന്ന് പറഞ്ഞത്. ഭഗവാൻ ഇവിടെ നമുക്ക് പല പല നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ആര് കേൾക്കുന്നുല്ലേ?
ഭഗവാൻ അവിടെ ഇരുന്ന് കുറെ പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തം കേട്ടാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയിലോട്ടായോ ഇപ്പം? ഇല്ല. ഭഗവാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സിമ്പിളാണ്. ആ കാര്യങ്ങൾ അതുപോലെ കേൾക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല ഈ ലോകത്ത്. അത് അതുപോലെ കേട്ടാ മതി. ഒരു യൂസർ മാനുവലാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു യൂസർ മാനുവലാണ് എന്ത് പറയുന്നത്, ഗീത എന്ന് പറയുന്നത്. അതെടുത്ത് വെക്കൂ. എല്ലാത്തിനുള്ള ഉത്തരം അതിലുണ്ട്. ഏറ്റവും വലുതായിട്ടുള്ള ഉത്തരമാണ് ക്ഷമ എന്ന് പറയുന്നത്. ആ ക്ഷമ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ അതിൽ പരം സന്തോഷം വേറൊന്നുമില്ല. ആ സന്തോഷത്തിലൂടെ സമാധാനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ. സാങ്കേതികമായിരിക്കുന്ന പദം യുക്ത വൈരാഗ്യം എന്നത്രേ. രൂപഗോസ്വാമി പറയുന്നുണ്ട് ഭക്തിരസാമൃത സിന്ധുവില്. രൂപ എന്താ പറയുന്നത്? യുക്ത വൈരാഗ്യം എന്ന് പറയുന്നുണ്ട്. യുക്ത വൈരാഗ്യം എന്താണ്? നല്ല യുക്തിയോടുകൂടി, നല്ല ബുദ്ധിയോടുകൂടി, എല്ലാത്തിൽ നിന്നും വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇരിക്കുക. വൈരാഗ്യം മീൻസ് വിദ്വേഷം അല്ല കേട്ടോ പറയുന്നത്. വൈരാഗ്യം, എല്ലാത്തിൽ നിന്നും അകന്ന് ജീവിക്കുക. പ്രശ്നങ്ങളാണോ മിണ്ടണ്ട. ഇനി നമ്മൾ പോയിട്ട് അത് മാന്തി തുളച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. എന്ത് ചെയ്യാൻ പറ്റും? ആ മനോഭാവത്തിൽ ഇരിക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും സങ്കടമുള്ള കാര്യമാണോ, ക്ഷമിക്കാൻ പഠിക്കുക. നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചോ, നമ്മൾ അത് ചോദ്യം ചെയ്യാൻ പോണ്ട. അത് ഭഗവാനെ ഏൽപ്പിക്കുക. ഭഗവാൻ പറയുന്നുണ്ട് അത് ഞാൻ ചോദിച്ചോളാം എന്ന്. കർണനോട് പാണ്ഡവരുടെ കാര്യത്തിന് ഭഗവാന് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യത്തിന് ഭഗവാൻ ചോദിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ചോദിക്കും. അതിന് പക്ഷെ ഒരു സമയമുണ്ട്. ആ സമയം വരെ കാത്തിരിക്കാനുള്ള ക്ഷമയും കൂടെ നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഓക്കെ. ഇവിടെ പറയുന്നു അനാസക്തസ്യ വിഷയാൻ യഥാർഹമബുജ്ഞത നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യമുച്യതേ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ രൂപഗോസ്വാമി പറയുന്നു, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല അല്ലെ? ഈ ഭൂമിയിൽ നമ്മൾ എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം നമ്മൾ ജോലിക്ക് പോകണം. പിന്നെ മടിയന്മാരായിട്ട് വല്ലപ്പോഴൊക്കെ ഒന്ന് ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുക. പക്ഷെ അടുത്ത മാസത്തെ സാമ്പത്തിക സ്ഥിതി മൊത്തം താളം തെറ്റും. ശമ്പളത്തിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് തികഞ്ഞു കിട്ടില്ല. അപ്പോ മരിക്കുന്നത് വരെ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ കഷ്ടപ്പാട് എന്ന് മാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നല്ല എന്താ പറയാ, കൃഷ്ണാവബോധത്തിൽ ജീവിച്ചിട്ട് ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കി ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാട് തീരും. പക്ഷെ ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം ഇല്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ ഈ കഷ്ടപ്പാട് തീരില്ല. അപ്പോ എപ്പോ കഷ്ടപ്പാട് തീരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ വെറുതെ തീരൂല. ഭഗവാനുമായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടാക്കി ജീവിച്ചാൽ മാത്രമേ തീരൂ. അപ്പോ അതൊരിക്കലും നിർത്തിവെക്കാൻ കഴിയില്ല. എന്ത്? നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെ? കർമ്മഫലം അത്രയും കൃഷ്ണൻ അർപ്പിക്കുന്നതിനെയാണ് യുക്ത വൈരാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കിട്ടിയാലും അത് ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ യുക്തിയോടുകൂടി ആ വൈരാഗ്യ ബോധം, അതായത് നമുക്ക് ഇതൊന്നും താല്പര്യമില്ല, ആവശ്യവുമില്ല, ഇതെല്ലാം ഭഗവാന്റെയാണ്, അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു, അദ്ദേഹം തരുന്ന നിവേദ്യമാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവവും കൃഷ്ണനെ സമർപ്പിക്കുന്നതിനെ നമുക്ക് യുക്ത വൈരാഗ്യം എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ. സന്യാസത്തിൽ ഉറച്ചു നിന്ന് അനുഷ്ഠിക്കപ്പെടുന്ന ആ കർമ്മങ്ങൾ മനോദർപ്പണത്തിൽ ഇഴുകിച്ചേർന്ന മാലിന്യങ്ങളെല്ലാം നീക്കുന്നു. അതായത് എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇതൊന്നും നമ്മുടേതല്ല, ഇതിലൊന്നും ആർത്തി പിടിച്ചിട്ട് കാര്യമില്ല എന്ന മനോഭാവത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് സന്യാസ ജീവിതമായി. അല്ലാണ്ട് കാവ്യെടുത്തു കൊടുത്ത് രുദ്രാക്ഷം ധരിച്ചാലല്ല സന്യാസിയാവുന്നത്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവൃത്തികളെയും എല്ലാം വൈരാഗ്യ ബുദ്ധിയിലേക്ക്, അതായത് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇനി ഭഗവാൻ തന്നാൽ സ്വീകരിക്കും, തന്നില്ലേ പരാതിയില്ല എന്ന മനോഭാവത്തിൽ ഒരു വ്യക്തി ജീവിക്കുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കാറ്? മനോമാലിന്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തു പോകും. നമ്മുടെ മനസ്സ് ക്ലീൻ ആവും. മനസ്സ് ക്ലീൻ ആയി കഴിഞ്ഞാൽ എന്തായി? സ്വസ്ഥതയുണ്ടാവും ജീവിതത്തിൽ. കർത്താവ് ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയിൽ പുരോഗമിച്ച് ക്രമേണ ഭഗവാന് പൂർണ്ണമായും സമർപ്പിതനാവും. എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ ഭഗവാന് സമർപ്പിതനാവും. ഇപ്പൊ ഒക്കെ നമ്മുടെ മനസ്സിനൊരു ധൈര്യമുണ്ട്. എന്ത് വന്നാലും എൻ്റെ ഗുരുവായൂരപ്പൻ കൂടെയുണ്ട്, ഭഗവാൻ എന്നെ അറിയുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട് എന്നൊരു ചിന്ത എത്ര പേരുടെ ഉള്ളിലുണ്ട്? ടൈപ്പ് ചെയ്തിട്ടെ. എത്ര പേരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്? എന്ത് വന്നാലും എൻ്റെ ഗുരുവായൂരപ്പനുണ്ട്, അദ്ദേഹം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം എന്നെ കൈപിടിച്ചുയർത്തും എന്ന ചിന്ത എത്ര പേരുടെ ഉള്ളിലുണ്ട്? ടൈപ്പ് ചെയ്തിടും. എത്ര പേരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്? ആരുടെ ഉള്ളിലും ഇല്ലേ? ഉണ്ടോ ഇല്ലേ? എത്ര പേരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്? ഇപ്പോ ഭഗവാൻ കൃഷ്ണൻ എല്ലാം അറിയുന്നു, കേൾക്കുന്നു, അദ്ദേഹം എനിക്കുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം, ആ ഒരു ചിന്ത ആരുടെ ഉള്ളിലുണ്ട്? സുധാമാതാജിയുടെ ഉള്ളിലുണ്ട്. പിന്നെ വേറെ ആരുടെയൊക്കെ ഉള്ളിലുണ്ട്?
പ്രീത നെൽസൺ മാതാജി, വിജയകുമാരി മാതാജി, പ്രസന്നാമ്മ, ശ്രീയമ്മ. ഇനി ആരുടെ ഉള്ളിലുണ്ട്? ശ്രീഹരി, പുഷ്പ നാരായണൻ കുട്ടി മാതാജി, സുധി, സിന്ധു മാതാജി, രാജി മാതാജി, രാജലക്ഷ്മി അമ്മ, ദേവി ചന്ദ്രബാബു, കലാകുമാരി മാതാജി, വിജയകുമാരി മാതാജി, സരസ്വതി പി എ, സരസ്വതി അമ്മ, മഹേഷ്, ജാനകി അമ്മ, ഹരിഗോവിന്ദ്, സത്യപ്രഭാമ്മ, ബിന്ദു മാതാജി, ലീല മാതാജി, ഷീല ലെനിൻ മാതാജി, വിജയലക്ഷ്മി മാതാജി, അനികുമാരി മാതാജി. സുധി പറയുന്നു തീർച്ചയായിട്ടും അറിയുന്നു എന്ന്, സത്യം. ജ്യോതി മാതാജി, രഞ്ജന രാമചന്ദ്രൻ, വിജയകുമാർ, ജ്യോതി പി, ഓക്കെ, സത്യപ്രഭ. ഇനി എല്ലാവരും എനിക്ക് മെസ്സേജ്. സായൂഷ്, ശൈലജാമ്മ. അതെ, ഇത്രയും പേര്. ഇപ്പം ഇത്രയും പേരുടെ പേര് ഞാൻ വായിച്ചു. ഇനിയുണ്ട് വായിക്കാൻ. വസന്താമ്മ, ഒത്തിരി പേര്, സജിത്ത്, ഓരോരുത്തരുടെ പേരും വായിക്കണം. മഹേഷ്, ഇനിയും വായിക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താ, എല്ലാവരുടെ ഉള്ളിലും, ശ്യാമ മാതാജി, എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ചിന്തയായി അല്ലെ, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട്, നമ്മൾ അദ്ദേഹത്തെയും അറിയുന്നുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം നമ്മൾക്ക് വന്നു. ഇതെങ്ങനെ വന്നു എന്നറിയാമോ? കാലങ്ങൾ ഇത്രയായിട്ട് നമ്മൾ ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു, പതറിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു, തലയ്ക്കടി ചാർത്ത് കരഞ്ഞൊരു പ്രാന്തിയെ പോലെ ഇരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു, ഉറങ്ങാൻ പറ്റാത്ത സമയങ്ങൾ ഉണ്ടായിരുന്നു. എത്രയോ ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി. ജീവിതം വെറുത്ത അവസ്ഥയുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി. ജയ് ശ്രീ രാധേ രാധേ പ്രഭു, ധന്വൻ പ്രണാമം. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ഇന്നൊരു ചങ്കൂറ്റമുള്ള അവസ്ഥയിലേക്ക് വന്നു. ഇതിന്റെ കാരണം കൃഷ്ണനാണ്. കാരണം കൃഷ്ണ അവൻ എന്താണെന്നറിയോ? എന്റെ റിലേഷൻസിനൊക്കെ വീടായി, അവർക്ക് വീടായി, ഇവർക്ക് വീടായി, ആർക്കെങ്കിലും വീടായിക്കോട്ടെ, നമുക്ക് ഭഗവാൻ തരാന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ വേണ്ട എന്ന മനോഭാവത്തിലേക്ക് നമ്മൾ മാറി. ആദ്യമൊക്കെ എല്ലാവരും നല്ല ഡ്രസ്സ് ഇടുന്നുണ്ട്, നല്ല ഓർണമെന്റ്സ് ഇടുന്നു, നമുക്കും അത് വേണം. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. നമുക്ക് ഇതൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ള നമ്മളെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, അതാരായാലും, അല്ലെങ്കിൽ വേണ്ട എന്ന മനോഭാവമായി നമുക്ക്. അതെന്താണെന്നറിയോ? കൃഷ്ണൻ നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങിയതിന്റെ ഒരു സിമ്പലാണത്. നമ്മൾ കൃഷ്ണനിലേക്ക് ലയിച്ചു തുടങ്ങുന്നതിന്റെ സിമ്പലാണത്. ഈ സിമ്പലാണ് നമ്മൾ കൃഷ്ണാവബോധത്തിലൂടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താണ്, ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയിൽ പുരോഗമിച്ച് ക്രമേണ ഭഗവാന് പൂർണ്ണമായും സമർപ്പിതമാകും. നമ്മൾ മെല്ലെ മെല്ലെയാണ് സമർപ്പിതമാകുന്നത് അല്ലെ. അങ്ങനെ മെല്ലെ മെല്ലെ സമർപ്പിതമാവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഫീല് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഫീല് വരൂല നമുക്ക്. നമ്മൾ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു ഫീൽ. ഇപ്പൊ കിടന്നാ ഉറക്കം വരും. അല്ലറ ചില്ലറ സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും, ടെൻഷൻസ് ഉണ്ടെങ്കിലും മുമ്പത്തെ അത്ര നമ്മൾ അങ്ങോട്ടേക്ക് എന്തായില്ല, തളരുന്നില്ല. മുമ്പത്തെ അത്ര നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നില്ല. കാരണം എന്താ? ഭഗവാൻ ഉണ്ട്. ആ ഗുരുവായൂരപ്പൻ, ആ സർവശക്തൻ എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്നുള്ള ഉത്തരം വൈകൂല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. മനസ്സിലായില്ലേ? ഒരിക്കലും വൈകില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ആ മുക്തി എന്താണെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾ ബ്രഹ്മജ്യോതിസിൽ ലയിക്കുകയില്ല. ഒരിക്കലും ബ്രഹ്മജ്യോതിസിൽ പോയിട്ട് ആ ആത്മാവ് ലയിക്കില്ല. പിന്നെയോ മറിച്ച് ഭഗവത് ധാമം, അവിടേക്കാണ് നമ്മൾ എത്തുക. ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തും. ബ്രഹ്മജ്യോതിസിൽ പോയി ലയിക്കില്ല, അവിടെ പോയി തൊങ്ങിക്കിടക്കില്ല, എവിടെ പോയി തൊങ്ങിക്കിടക്കില്ല, എവിടെയും പോയി കിടക്കില്ല, വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരില്ല, ഭഗവാനിലേക്ക് ലയിക്കും. അതാണ് മോക്ഷം. ആ പരമദിവ്യോത്തമ പുരുഷനിലേക്ക് ലയിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് മോക്ഷം. എത്രയോ കോടി ജന്മങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഇത്രയും നാള് കാത്തിരുന്നത് അതിനു വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ സവിശേഷതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മാമുപൈഷ്യസി എന്ന വാക്ക്. മാമുപൈഷ്യസി എന്ന് പറയുന്നത്, മാമുപൈഷ്യസി എന്നാൽ അയാൾ എന്നെ പ്രാപിക്കുന്നു. ആരാണ് ഇവിടെ പ്രാപിക്കുന്നത്? കൃഷ്ണൻ. കൃഷ്ണൻ നമ്മളെ പ്രാപിക്കുന്നു, നമ്മൾ കൃഷ്ണനെ പ്രാപിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്ന ഒരു സമയമായിരിക്കും അത്. എല്ലാവരും ചുറ്റിന് നിൽക്കുന്ന, ഒന്ന് മനസ്സ് വെച്ച് പറയൂ, ഒരു ദിവസമെങ്കിലും, ഇത്ര കാലം ജീവിച്ചതിൽ ഒരു ദിവസമെങ്കിലും അച്ഛൻ കുറ്റപ്പെടുത്തിയിട്ടില്ലേ? അമ്മ കുറ്റപ്പെടുത്തിയിട്ടില്ലേ? സുഹൃത്തുക്കൾ വിട്ടുപോയിട്ടില്ലേ? ഭർത്താവ് കരയിപ്പിച്ചിട്ടില്ലേ? ഭാര്യയുടെ വാക്കുകൾ കൊണ്ട് തളർന്നില്ലേ?
ജന്മം നൽകിയ മക്കളുടെ മറക്കാനാവാത്ത വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? പറ മോനെ, പറഞ്ഞ മോനെ, ക്ലാസ്സിലാണ്, വേഗം പറയൂ. ഓക്കെ. അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഇന്ന് നമുക്ക് എന്തും കിട്ടിയിട്ടുണ്ട്? ഒരു മനസ്സിനൊരു സമാധാനവും ശാന്തിയും കിട്ടിയിട്ടുണ്ട്. ആര് വേണമെങ്കിലും പോയിക്കോട്ടെ, ആര് വേണമെങ്കിലും എന്തും പറഞ്ഞോട്ടെ, എന്റെ കണ്ണിൽ നിന്നുള്ള ഒരു തുള്ളി കണ്ണുനീര് അതെനിക്ക് സമർപ്പിക്കാൻ കൃഷ്ണന്റെ പാദങ്ങളേ ഉള്ളൂ. അത് ഞാൻ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ വേദനകൾ പറഞ്ഞു തീർക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് എന്റെ ഗുരുവായൂരപ്പന്റെ, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ വിളക്ക് വെക്കുന്ന, ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന എന്ന് നമുക്ക് അടിയുറച്ചു പറയാൻ പറ്റും. ഞാൻ ലളിത സഹസ്രനാമം ജപിക്കുന്ന, ഞാൻ മഹാമന്ത്രം ജപിക്കുന്ന എന്റെ ഭഗവാന്റെ തൃപ്പാദങ്ങളാണ്. അവിടെ കരഞ്ഞു തീർക്കാൻ എനിക്കൊരാളുടെ അനുവാദവും വേണ്ട. എന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോ അസൂയയില്ലാതെ അത് കേട്ട് എന്നോടൊപ്പം ചിരിക്കാനിരിക്കുന്ന ഏകമായിരിക്കുന്ന ഒരു സത്യം എന്റെ ഗുരുവായൂരപ്പനാണ് അല്ലെ? ഈ ഒരു നല്ല ഒരു ബോണ്ടിങ് നമുക്കും നമ്മുടെ ഭഗവാനും തമ്മിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ചുറ്റുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ വാചാലരാവണ്ട. നിശബ്ദതയിലേക്ക് പോകും നമ്മുടെ ജീവിതം. ആ നിശബ്ദതയാണ് കൃഷ്ണാവബോധം. അതല്ല കൂടെയുള്ള ആൾ ഒന്ന് പറയുമ്പോഴേക്ക് രണ്ടെണ്ണം തിരിച്ചു പറഞ്ഞിട്ട് വിടില്ലടാ നിന്നെന്നും പറഞ്ഞു വാളാക്കാൻ പോണേൽ ഒരർത്ഥവും ഇല്ല. അത് ഓടിയനേക്കാളും വലിയ സ്പീഡിൽ താഴെ കുഴിയിലേക്ക് വീഴും. അപ്പൊ അങ്ങനത്തെ കുഴിയിലോട്ട് നമ്മൾ പോയി ചാടണ്ട. ഓക്കെ. മാമു പൈശസി എന്നാൽ നമ്മൾ അദ്ദേഹത്തെ പ്രാപിക്കുന്നു, അദ്ദേഹം നമ്മളിൽ പ്രാപിക്കുന്നു. സോ ധാമത്തിലേക്ക്, ഭഗവാന്റെ ധാമത്തിലേക്ക്, ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നു എന്നർത്ഥം. നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് അവിടെ നിന്നാണ് അല്ലെ? ഭഗവാന്റെ സന്നിധിയിൽ നിന്നാണ്. ആ ധാമത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു എന്നാണ് അർത്ഥം. 5 തലങ്ങളാണ് മുക്തിക്കുള്ളത്. ആലോചിച്ച് നോക്കണം. 5 തലങ്ങൾ മുക്തിക്കുണ്ട്. എന്താണ്? ജീവിതകാലം മുഴുവൻ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ച ഒരാൾ ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ പാസ്റ്റ് ഒഴിവാക്കൂ. കാരണം ഭഗവാനെ അറിയാതെ ജീവിച്ച ഒരു പാസ്റ്റ് നമുക്കുണ്ടായിരുന്നു. ആ പാസ്റ്റിൽ നിന്ന് ഭഗവാനെ അറിയുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നു അല്ലെ? ആ കാലത്ത് നമ്മൾ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞ് വൈകുണ്ഠത്തിലെത്തി കൃഷ്ണന്റെ നിത്യസബരിയിൽ ഏർപ്പെടുത്തക്കവണ്ണം പരിപൂർണതയാർജിക്കുന്നു അല്ലെ? പരിപൂർണതയാർജിക്കുന്നു. അപ്പോ ഭഗവാൻ പറയുന്ന ആ വാക്കുകൾ മുഴുവൻ കേട്ട് കുറച്ചൊക്കെ തെറ്റുകൾ സംഭവിക്കും, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കുറച്ച് തെറ്റുകൾ മനുഷ്യന് സംഭവിക്കും. ആ ഓരോ തെറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും ശരികളിലേക്ക് നടക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശരികളിലേക്ക് നടന്നിട്ട് ഭഗവാനെ ഉൾക്കൊണ്ടുകൊണ്ട് സർവവും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള ഒരു മനോധൈര്യം നേടിയെടുത്തുകൊണ്ട് ആരോടും വഴക്കിനും പ്രശ്നങ്ങൾക്കും പോകാതെ, വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കാതെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോയി ജീവിച്ച് മരിച്ച് ഭഗവാന്റെ ധാമത്തിലെത്തി അവിടെ ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഇത്ര മതി ഒരു മനുഷ്യായുസില്. ഇത് മതി ഒരു മനുഷ്യായുസില്. ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ പോലെ ജീവിച്ചു മരിക്കാനുള്ള ഒരു വ്യക്തികളും നമ്മളെ അംഗീകരിച്ച് നമ്മളെ പൂവിട്ട് പൂജിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട. ഇവിടെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നേടിക്കൂട്ടാനുള്ള സമ്പാദിക്കാനുള്ളതിന്റെ പിന്നാലെയും ഓടണ്ട. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലേ? ഇന്ന് രാത്രി കഴിക്കാനുള്ളതുണ്ടല്ലോ, നാളത്തേക്കല്ലേ? യോഗം ക്ഷേമം വഹാമ്യഹ. അത്രയും ചിന്തിക്കുക. അത്രയും മതി. അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട. അത് അദ്ദേഹം തന്നെ തരും, തരാതിരിക്കില്ല. മനസ്സിലായില്ലേ? അത് തരും. ഓക്കെ മോനെ. അപ്പോ അത്രയും ചിന്തിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നിനെ കുറിച്ചും ആലോചിക്കാനും വറി ചെയ്യാനും ടെൻഷൻ അടിക്കാനും പോണ്ട. പ്രശ്നങ്ങളല്ലേ? അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. അംബാനിയുടെ ജീവിതത്തിൽ നോക്കി അംബാനിക്കുണ്ട് പ്രശ്നങ്ങൾ, നമുക്ക് മാത്രമല്ല. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. അത് അദ്ദേഹം സോൾവ് ചെയ്ത് തരും. ക്ഷമയോടെ ഇരിക്കുക. നമ്മൾ വിചാരിക്കുന്നല്ലേ ആ പ്രശ്നം തീർത്തില്ലെങ്കിൽ നമ്മുടെ തല പോകുന്നു? തലയൊന്നും പോവില്ല. ഭഗവാൻ വിചാരിക്കണം ജീവൻ പോണെങ്കിൽ. നമ്മൾ അപമാനിക്കപ്പെടുന്ന ചിന്തിക്കുന്നില്ലേ? അപമാനിക്കപ്പെടില്ല. ഭഗവാൻ കൂടെയുണ്ട്, പേടിക്കേണ്ട. അദ്ദേഹം നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ അദ്ദേഹമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എവിടെയും തളർന്നു പോവില്ല. ധൈര്യമായിട്ട് ഇരിക്കുക. ധൈര്യം കൈവിട്ട് കഴിഞ്ഞാൽ കൃഷ്ണനോടൊരു ആത്മബന്ധം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ധൈര്യം കൈവിട്ടിട്ടില്ല എങ്കിൽ കൃഷ്ണനോട് ആ ആത്മബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ പഠിക്കുക. പിന്നെന്താ പറയുന്നത്? ഭഗവത് സേവനത്തിനായിട്ട് സ്വന്തം ജീവിതം അർപ്പിക്കുന്നതിലൊഴികെ മറ്റൊന്നിലും താല്പര്യമില്ലാത്ത ഒരാൾ വാസ്തവത്തിൽ സന്യാസി തന്നെ. ഒരു സന്യാസി ആയിരുന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയോ വേണ്ടത്? ഭഗവാനെ മാത്രം നോക്കുക. എനിക്കിരിക്കാൻ നല്ല ഇരിപ്പിടമുണ്ടോ, കിടക്കാൻ നല്ല ബെഡ് ഉണ്ടോ, യാത്ര ചെയ്യാൻ നല്ല വണ്ടി ഉണ്ടോ, ഇടാൻ വേറെ വസ്ത്രമുണ്ടോ, ഉപയോഗിക്കാൻ വേറെ നല്ല സ്റ്റാൻഡേർഡ് ഫോണുണ്ടോ, അല്ലെങ്കിൽ എന്നെ 10 പേര് തിരിച്ചറിയുന്നുണ്ടോ, ഞാൻ ജീവിക്കുന്നതിന് ചുറ്റുപാടും നിറച്ച് എനിക്ക് സേവകന്മാരും സേവ ചെയ്യാൻ മറ്റാളുകളുണ്ടോ? ഇതൊന്നും ഒരു സന്യാസിയുടെ കൺസേൺ അല്ല.
ഞാൻ പറയുന്ന സത്സംഗം കേൾക്കാൻ ആളുണ്ടോന്ന് പോലും സന്യാസി ചിന്തിക്കില്ല. മനസ്സിലായില്ല? കാരണം എന്താ? ഇതൊന്നും അല്ല സന്യാസിയുടെ മൈൻഡ്. മനുഷ്യന്മാര് കേൾക്കാനില്ലെങ്കിൽ പക്ഷി മൃഗാദികൾ കേൾക്കുന്നുണ്ട്. ഏകകോശ ജീവികൾ പോലും ചുറ്റിനിരുന്നു കൊണ്ട് നിശബ്ദമായി കൃഷ്ണന്റെ കാര്യം കേൾക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു സന്യാസി ജീവിച്ചു പോകും. ഇതാണ് സന്യാസി എന്ന് പറയുന്നത്. ഈ മനോഭാവത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അക്ഷരം തെറ്റാതെ സന്യാസി എന്ന് വിളിക്കാം. ഒരാൾ പോയി തല്ലിയാലും ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെയാണ് ഒരു സന്യാസി. അങ്ങനെ ആയിരുന്നു നമ്മുടെ ഭാരതത്തിലെ സന്യാസിമാർ. ആലോചിച്ചു. അവർക്ക് തിരിച്ചു ചെയ്യാൻ അറിയില്ല, അവർക്ക് തിരിച്ച് പ്രതികരിക്കാൻ അറിയില്ല അവർക്ക്. കാരണം എന്താ? അവർ കൃഷ്ണന്റെ സേവനം ചെയ്ത് കൃഷ്ണ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് മറ്റൊന്നും അറിഞ്ഞൂടാ. അവർക്ക് എന്ത് കിട്ടിയാലും എന്ത് ചെയ്താലും അവരെ കുത്തിക്കൊന്നാലും കൃഷ്ണ എന്ന് പറഞ്ഞിരിക്കും. അത്രേ അവർക്ക് പറ്റൂ. അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് പറ്റില്ല. അവരങ്ങനെ ഇരിക്കൂ. അവരങ്ങനെയാണ്. അങ്ങനെയുള്ള കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. അതല്ലാതെ കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്നവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ അടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ? അടങ്ങിയിരിക്കില്ല, ഒരിക്കലും അടങ്ങിയിരിക്കില്ല. നമ്മൾ വിചാരിക്കുന്നതാണ് നമുക്ക് കുറെ വിഷമങ്ങളാണ്, അതെല്ലാം തീർക്കാൻ അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് തീർക്കാൻ പറ്റും. നമ്മളെ വേദനിപ്പിച്ച കൃഷ്ണൻ കണ്ടും കേട്ടും ഇരിക്കില്ല. സമയം നോക്കി കൃഷ്ണൻ പോയിട്ട് ഗോളടിക്കും. ആ അടി താങ്ങാനുള്ള ശേഷി ആ കോർട്ടിന് ഉണ്ടാവില്ല. അത് കിട്ടുമ്പോൾ ഒരു വഴിക്കായിരിക്കില്ല കിട്ടുക, 4 വഴിക്കും പിടിച്ച് കൂട്ടിയിട്ടിട്ട് കൃഷ്ണൻ പൊട്ടിക്കും. അത് ഉറപ്പാ. അതിനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അറ്റ് പ്രസന്റ് രക്ഷപ്പെട്ടു പോകും. പക്ഷെ കൃഷ്ണന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നാലെ പിടിക്കും. എത്ര കോടി ജന്മങ്ങൾ എടുപ്പിച്ചിട്ടാണെങ്കിലും ആ അടി കൊടുത്തു തന്നെ കൃഷ്ണൻ അടങ്ങത്തുള്ളൂ. അതാണ് കൃഷ്ണനും കൃഷ്ണന്റെ ഭക്തരും തമ്മിലുള്ള ഒരു ബോണ്ടിങ്. മനസ്സിലാണ്? അതാണ് ഭഗവാൻ ഉറപ്പ് തരുന്നത്. എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല, നശിക്കാൻ ഭഗവാൻ വിടില്ല, ഒരു മനുഷ്യനെ കൊണ്ട് നശിപ്പിക്കില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രമാണോ ജപിക്കുന്നത്? കൃഷ്ണ എന്ന നാമം നാവിലുണ്ടോ? കൃഷ്ണന് വിളക്ക് വെക്കുന്നുണ്ടോ? കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മനസ്സറിഞ്ഞ് വിളിക്കുന്നുണ്ടോ? ഉറങ്ങിക്കിടക്കാൻ നേരം കൃഷ്ണ എന്ന് വിളിക്കുന്നുണ്ടോ? എഴുന്നേൽക്കുമ്പോ ഭഗവാനെ കൃഷ്ണ നാരായണ എന്ന് വിളിക്കുന്നുണ്ടോ? കൃഷ്ണൻ അവർക്കൊരു കാവലായിട്ടുണ്ട്. അതിൽ സംശയമില്ലാത്ത കാര്യം. കൃഷ്ണൻ സാരല്ലമ്മ, കൃഷ്ണൻ അവർക്കൊരു കാവലായിട്ടുണ്ട്. ആ കാവല് തകർക്കാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. ഇനി അത് തിരുത്തി എന്തെങ്കിലും അനാവശ്യം ആ ഭക്തനെ പറഞ്ഞ് ആ ഒരു സാധനയിൽ നിൽക്കുന്ന ഒരു ഭക്തയെയോ ഭക്തനെയോ വേദനിപ്പിച്ചിട്ട് അവരുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, റബ്ബർ സ്റ്റാമ്പ് ഇട്ട് സീലടിച്ചു വെച്ചോ, നിങ്ങൾക്കുള്ള പണി കൃഷ്ണനോട് നിങ്ങൾ ഇരന്ന് വാങ്ങിക്കുകയാണ്. സംശയമില്ല. ആ അടി നിങ്ങൾ തീർച്ചയായിട്ടും ഇരന്ന് വാങ്ങിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിൽക്കണ്ട. കൃഷ്ണന്റെ ഭക്തർ എന്തെങ്കിലും ചെയ്ത് ഭക്തി കാണിച്ച് ജീവിച്ചു പോയിക്കോട്ടെ. അവരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? വേദനിപ്പിക്കാൻ പോവരുത്. കൃഷ്ണനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് കൃഷ്ണന്റെ ഭക്തരെ അപമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൃഷ്ണനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മൾ വേദനിപ്പിക്കാൻ പോകരുത്. അതിന്റെ അർത്ഥം ഭക്തനെ വേദനിപ്പിക്കരുത് എന്നാണ്. അപ്പോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നതും ഭഗവത് സേവനമായിരിക്കും, അല്ലെ? കൃഷ്ണന്റെ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് എന്തും ഭഗവാന്റെ സേവനമാണ്. വേദഹിതങ്ങളായിരിക്കുന്ന അനുഷ്ഠാനങ്ങളോ ഫലോദിഷ്ട കർമ്മങ്ങളിലോ അദ്ദേഹത്തിന് ശ്രദ്ധ കുറയും. നമ്മൾക്ക് എന്ത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ചില വ്യക്തികൾ ചെയ്യും. എന്ത് നേട്ടമാണ് എനിക്കിതിൽ നിന്ന്? ആ നേട്ടത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഭക്തിയല്ല, അത് അവരുടെ സ്വകാര്യമായ ജീവിതത്തിന്റെ ഉയർച്ചയാണ്. ഇപ്പൊ പലരും പറഞ്ഞു എന്നോട്, മാതാജി മഞ്ജരീസിന്റെ ഫേസ്ബുക്കിൽ നിന്ന് ഇത്രയും ഫോളോവേഴ്സ് ആയില്ലേ, നിങ്ങൾക്ക് എന്താ പറയാ മോണിറ്റൈസേഷൻ കിട്ടും, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന്. വേണ്ടേ വേണ്ട. ഒരു ജോലിയുണ്ട്, ഭഗവാൻ അതൊന്ന് ഉയർത്തി തന്നാ മതി, അല്ലാണ്ട് മോണിറ്റൈസേഷൻ വാങ്ങിയിട്ട് ജീവിക്കണ്ട. കാരണം കൃഷ്ണഭക്തിയിലേക്ക് വരാൻ താല്പര്യമുള്ള വ്യക്തികളും കൃഷ്ണഭക്തിയിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനും ഒരുപോലെ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ കൃഷ്ണനും നമ്മളും മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്നൊരു ചിന്ത നമുക്കില്ല, നമുക്ക് വേണ്ട. നമുക്കുള്ളത് നമുക്ക് ബാക്കി കർമ്മങ്ങളിലൂടെ ഭഗവാൻ തന്നാ മതി, അത് ഭഗവാൻ തരുന്നുണ്ട്. എല്ലാത്തിനും തികഞ്ഞില്ലെങ്കിലും ഉള്ളതൊക്കെ തികച്ചു കൊണ്ടുപോകാൻ ഭഗവാൻ തരുന്നുണ്ട്, അത് മതി. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു കാറ്റഗറി ആളുകളുണ്ട്. ഞാൻ ഫേമസ് ആവണം, എനിക്ക് അത് കിട്ടണം, എനിക്ക് ഇത് കിട്ടണം, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞിട്ടേ എന്തുമുള്ളൂ. ആ ചിന്തകളിൽ ജീവിക്കുന്നവരെ ആലോചിക്കുക. കൃഷ്ണനോട് കിട്ടുന്ന അടിക്ക് അതിർവരമ്പുകൾ ഉണ്ടാവില്ല. ആ അടി ചോദിച്ചു മേടിക്കാതിരിക്കുക. സാധാരണ ജനങ്ങൾ നിഷ്ഠയോടെ വേദവിധികൾ അനുഷ്ഠിക്കേണ്ടതാണ്.
നമുക്ക് ഒരുപാട് നിഷ്ഠകളുണ്ട്, വേദങ്ങളുണ്ട്, അല്ലെ? നമുക്ക് കുറേ നിയമങ്ങളുണ്ട്. ഇപ്പൊ വൈകുന്നേരം ആയി കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ സ്റ്റെപ്പയിൽ നിന്നുകൊണ്ട് മുടി ചീകരുത്, മുടി അഴിച്ചിട്ട് നടക്കരുത്, അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ ലൈഫിലുണ്ട്. ഒരുപാട് വേദങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കുണ്ട്. അപ്പൊ ഈ വേദങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ചുകൊണ്ട് കുറച്ച് കാപ്പിയിട്ട് തരൂ, താങ്ക്സ്. അപ്പൊ ഈ വേദങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുപോലെ മനസ്സിലാക്കിക്കൊണ്ട് നിഷ്ഠയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ജീവിച്ചു പോവുക. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഭഗവത് സേവനത്തിൽ തികച്ചും മുഴുകിയ ഒരു പരമഭക്തൻ ചിലപ്പോൾ വേദവിധികൾക്കെതിരായി പ്രവർത്തിക്കുന്നത് പോലെ തോന്നിയേക്കാമെങ്കിലും വാസ്തവത്തിൽ അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കും ഇവരെന്താ വേദങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയല്ല. അവർക്ക് ഒരു മിനിറ്റ്, അപ്പോ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള അതുപോലൊക്കെ നമുക്ക് തോന്നും, ഇവരങ്ങനെയല്ല എന്ന് തോന്നും. പക്ഷെ എന്തുമായിക്കോട്ടെ, അവരവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ. നാമം ജപിക്കുന്ന ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ ജപിച്ചോട്ടെ. ആ സമയത്ത് TV ഒന്നും ഒച്ചത്തിൽ വെക്കാതിരിക്കുക. അവരുടെ ജപിക്കുന്ന ആ നാമം നമ്മൾക്കും കൂടി എന്താണ്, അതിന്റെ ഫലം ലഭിക്കുന്നുണ്ട്, ഇല്ലേ? കേൾക്കുന്നവർക്കും കൂടി ആ നാമത്തിന്റെ ജപം, ആ ജപത്തിന്റെ ഫലം ലഭിക്കുന്നുണ്ട്. അവരൊരു പൂജാമുറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അവര് കൃഷ്ണൻ ഒരു വാഴപ്പഴം വെക്കുന്നുണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നിന്ദിച്ചില്ലെങ്കിലും വന്ദിച്ചില്ലെങ്കിലും നമ്മൾ ഒന്നിനും അങ്ങോട്ട് പോകണ്ട. അവരവരുടെ നിയമത്തിനനുസരിച്ച് പോയിക്കോട്ടെ, നമ്മൾ ആരും അവരെ ദ്രോഹിക്കേണ്ട എന്ന മനോഭാവത്തിൽ അവരെ ആ വഴിക്ക് വിടുക. ഒന്ന് ജപിച്ചത് കൊണ്ടോ, ഒന്ന് വായിച്ചത് കൊണ്ടോ, ഒന്ന് ഏകാദശി എടുത്തത് കൊണ്ടോ, ഒന്ന് നിവേദ്യം വെച്ചത് കൊണ്ടോ സന്യാസി ആവില്ല. സന്യാസി ആവണമെങ്കിൽ കാവി ഇട്ടാൽ മാത്രം പോരാ. സന്യാസി ആവണമെങ്കിൽ വൈരാഗ്യ ബുദ്ധി വേണം. നമുക്ക് എല്ലാത്തിൽ നിന്നൊരു മോചനം വേണം. ആ മോചനമൊന്നും നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ എല്ലാവരും കുടുംബസ്ഥരാണ്, നമുക്ക് ബാധ്യതകളുണ്ട്, ഇല്ലേ? ഒരിക്കലും ഈ ബാധ്യതകളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾക്ക് ഒരിക്കലും അങ്ങനെ പോകാൻ കഴിയില്ല. ഇനി അങ്ങനെ പോണവരുണ്ടെങ്കിൽ അവരെ വിഡ്ഢികളെന്നേ ഞാൻ പറയും. കാരണം എന്താ അറിയോ, കുടുംബസ്ഥരായ നമ്മൾക്ക് ഭഗവാൻ ഗൃഹസ്ഥാശ്രമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, ഭഗവാനെ അറിയാം, ഭഗവാനെ ഹൃദയത്തോടു കൂടി ചേർത്ത് നിർത്തുക, ഭഗവാൻ തന്നിരിക്കുന്ന കർമ്മം ചെയ്യുക. അതല്ലേ വേണ്ടത്? ഭഗവാൻ ഏൽപ്പിച്ച കർമ്മം ചെയ്യുക, ആ കർമ്മത്തിലൂടെ മുന്നോട്ട് പോവുക. അത്രേ ആലോചിച്ചാൽ മതി. അതിബുദ്ധിമാന്മാർക്ക് പോലും പരിപാടികളും എന്ന് വൈഷ്ണവ ഗ്രന്ഥങ്ങൾ ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. വളരെ ബുദ്ധിയുള്ള ഒരാൾക്ക് പോലും വൈഷ്ണവനെ മനസ്സിലാക്കാൻ കഴിയില്ല, വൈഷ്ണവന്റെ രീതികളെ മനസ്സിലാക്കാൻ കഴിയില്ല. താന്ത്രവാക്യം നെറ്റ് കട്ടായതാണേ. താന്ത്രവാക്യ ക്രിയാമുദ്ര വിഞ്ജനെ വിജ്ഞേഹന ബുജ്ജയ എന്നാണ് പറയുന്നത്. അതായത് ചൈതന്യ ചരിതാമൃതത്തിലുള്ളതാണ്. എപ്പോഴും ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടും ഏതെല്ലാം വിധത്തിൽ കൃഷ്ണനെ സേവിക്കാമെന്നും സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവൻ മുക്തനായി കഴിഞ്ഞെന്ന് നിശ്ചയിക്കാം. നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സദാ കൃഷ്ണനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് മുക്തനായി കഴിഞ്ഞു. ആ വ്യക്തിക്ക് എന്തുണ്ടാവില്ല, ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ഒരു വിവാഹം വന്നാലോ, ഒരു ഫംഗ്ഷൻ വന്നാലോ പുതിയത് എടുക്കണമെന്നൊരു തോന്നലുണ്ടാവില്ല, ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവില്ല. സ്വർണ്ണവള ഇട്ടില്ലെങ്കിലും കുപ്പിവള ഇട്ട് പോകാനുള്ള ധൈര്യവും ചങ്കൂറ്റവും കാണിക്കും. മനസ്സിലായില്ലേ? ഞാൻ അതില്ലെങ്കിൽ പോവില്ല, ഞാൻ ഇതില്ലെങ്കിൽ പോവില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന അഡമന്റായിട്ട് ഉണ്ടാവില്ല. എനിക്ക് ഈ ഭക്ഷണമേ പറ്റൂ എന്നുണ്ടാവില്ല. എന്താണോ കഴിക്കാൻ കിട്ടുന്നത് അത് സാത്വികമാണെ കഴിച്ചിട്ട് എഴുന്നേറ്റിട്ട് പോകും. നാവിന്റെ രുചിയെ പോലും ആ വ്യക്തി നിയന്ത്രിച്ചിരിക്കും. കിടക്കാൻ നല്ല കട്ടിലില്ലെങ്കിലും താഴെ ഒരു പാവിരിച്ചാലും ആ വ്യക്തി കിടക്കും. നിബന്ധനകളില്ലാത്ത ഒരു ജീവിതം ജീവിക്കും. ഈ വീട്ടിലുള്ളവരെ അപമാനിച്ചാലും തിരിച്ചൊന്നും പറയില്ല. ഉള്ളിൽ ആ വേദനകളെല്ലാം ഉണ്ടാവും, പക്ഷെ ഒന്നും പറയില്ല, ക്ഷമയോടെ ഇരിക്കും. ഇതാണ് കൃഷ്ണഭക്തന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ നിശബ്ദത, അവർക്ക് ആ ഒരു പോണം മാതാജി, അവരുടെ നിശബ്ദത, അവരുടെ ഒരു എന്താ പറയാ ഏകാഗ്രതമായിരിക്കുന്ന ഒരു മനസ്ഥിതി, അവരുടെ എന്താ പറയാ പൊട്ടിത്തെറിക്കാത്ത അവസ്ഥ, അങ്ങനെ 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 അവർ ജീവിച്ചു പോകും. അവരെന്തും സഹിക്കാൻ തയ്യാറായിരിക്കും. കൃഷ്ണഭക്ത എന്ന് പറഞ്ഞാൽ, അല്ലെ കൃഷ്ണഭക്തൻ എന്ന് പറഞ്ഞാൽ ത്യാഗത്തിന്റെ മൂർത്തിമത് ഭാവങ്ങളാണ്. എന്തും സഹിക്കും, എത്രയും സഹിക്കും, എത്രയും താങ്ങും. അവർക്ക് ആ വീട്ടിലുള്ളവർക്ക് തന്നെ തോന്നും ഒരുപാട് മാറിപ്പോയി, ഇപ്പൊ പഴയ പോലെ ഷൗട്ടിങ് ഒന്നുമില്ല, ഇപ്പൊ പഴയ പോലെ ആഗ്രഹങ്ങളൊന്നുമില്ല, എന്തെങ്കിലും കഴിച്ച് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഒരു ചങ്കൂറ്റവും ബഹളവും, അപ്പൊ അതൊന്നുമില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ് കൃഷ്ണൻ നോക്കി വരുന്നത്. കാരണം കൃഷ്ണനെ ബഹളമല്ല ഇഷ്ടം, സാത്വികതയാണ് ഇഷ്ടം. സാത്വിക ജീവിതമുണ്ടോ, നിശബ്ദ ജീവിതമുണ്ടോ, കൃഷ്ണൻ കൂടെയുണ്ട്, ധൈര്യമായിട്ടിരുന്നു. പിന്നെന്താ പറയുന്നത്,
ഭാവിയിൽ സ്വഗേഹത്തിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് അയാൾ തിരിച്ചെത്തും. അങ്ങനെ ജീവിച്ചാലേ നമ്മൾ ഭാവിയിൽ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തുന്ന പറയുന്നത്. കൃഷ്ണൻ എന്ന പോലെ അയാളും ഭൗതിക വിമർശനങ്ങൾക്ക് അതീതമാണ്. കൃഷ്ണനും ഭൗതിക വിമർശനങ്ങളൊന്നുമില്ല, നമുക്കും ഭൗതിക വിമർശനങ്ങളൊന്നുമില്ല. നിശബ്ദമായി ജീവിച്ചു പോവുക. എന്തുണ്ടോ ഉള്ളതിനനുസരിച്ച്, എന്തില്ലേ പരാതിയില്ല, അങ്ങനെ ജീവിച്ചു പോവുക. എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, അത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഈ കുണു പരാതി പറയും. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മനസ്സും കൊടുക്കില്ല, സമയവും ചെലവഴിക്കില്ല, ആ ഭാഗത്തേക്കേ തിരിയില്ല. എന്തിനാ? ആ നേരം കൊണ്ട് 2 നാമം ജപിക്കുക കൃഷ്ണന്റെ, അല്ലെ ഭഗവാന്റെ സേവനങ്ങൾ എത്ര ഉണ്ട് അത് ചെയ്യുക. ഇല്ലേ, നിങ്ങൾക്ക് വരുന്ന പ്രഭാതമഞ്ജരി, ക്ഷേത്രമഞ്ജരി, ഗാനമഞ്ജരി, അതുപോലെ ദേവമഞ്ജരി, ഗുരുമഞ്ജരി, ഇതൊക്കെ ടൈപ്പ് ചെയ്ത് എഴുതി ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. നമ്മൾ മാത്രമല്ലല്ലോ അത് വായിക്കുന്നതും കേൾക്കുന്നതും, അത് എത്ര കോടി ജനങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു. അപ്പൊ അതൊക്കെ കൃത്യമായി PAG-യിലേക്ക് ഇട്ടുകൊടുക്കണമെങ്കിൽ അതിന് സമയം ചെലവഴിക്കണം. ഈ മറ്റുള്ള പരാതികൾക്ക് ചെവി കൊടുക്കാൻ നിൽക്കാതെ ആ കാര്യങ്ങൾ ചെയ്താൽ അത് ഭഗവാന്റെ സേവനമായി. സേവനത്തിന് സമയം കണ്ടെത്തുക. അത് കാത്തിരിക്കുന്ന എത്ര ഭക്തരുണ്ട്. രാവിലെ മൊബൈൽ എടുത്ത് 10 പ്രാവശ്യം നോക്കും, പ്രഭാതമഞ്ജരി വന്നോ പ്രഭാതമഞ്ജരി വന്നോ എന്ന്. പ്രഭാതമഞ്ജരി കിട്ടിയില്ലെങ്കിൽ മാതാജി പ്രഭാതമഞ്ജരി വന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ഭക്തരുണ്ട്. ക്ഷേത്രമഞ്ജരി ഇന്ന് കണ്ടില്ല, അല്ലെങ്കിൽ ഇന്ന് എന്റെ വീട്ടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിന്റെ മഞ്ജരി ആയിരിക്കും വരെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഉച്ചപൂജ അലങ്കാരം വന്നില്ല, ആ ഉച്ചപൂജ അലങ്കാരത്തിന്റെ ഇടയിൽ ഒരു കോട്സ് ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. ഇല്ലേ, വായിക്കുന്നില്ലേ എല്ലാവരും? വെറുതെ ആ ഫോട്ടോ മാത്രമല്ലല്ലോ പോസ്റ്റ് ചെയ്യുന്നത്, ആ ഉച്ചപൂജ അലങ്കാരത്തിന്റെ അടിയിൽ വലിയൊരു ലെറ്റേഴ്സ് എഴുതി വരുന്നില്ലേ? അത് പോസ്റ്റ് ചെയ്ത് കൊടുത്താലും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് ഒരു വട്ടം കൂടെ വായിച്ചു നോക്കും. ഇതൊക്കെ റിപ്പീറ്റ് വന്നിരിക്കുന്ന കാര്യമാണോ, ഇനി ഇതിൽ വല്ല അക്ഷരത്തെറ്റുണ്ടോ, ഇനി ഇതിൽ വല്ല ലൈൻസ് റിപ്പീറ്റ് ആയോ എന്നൊക്കെ വായിച്ചു നോക്കുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. ഇങ്ങനെയുള്ള സേവനങ്ങൾ നിരവധി ഉണ്ടാകുമ്പോൾ ഒരിക്കലും മറ്റുള്ള കാര്യങ്ങൾക്ക് മനസ്സ് പോവില്ല, താല്പര്യമില്ല പോകാൻ, സമയമില്ല. പരാതി പറഞ്ഞ ആരെങ്കിലും കുടുംബത്തുനിന്നോ മറ്റോ വരാണെ ആ ഭാഗം തിരിയില്ല. എൻ്റെ ഒരു സ്വഭാവത, ആ ഭാഗത്തേക്ക് ഞാൻ തിരിയില്ല. കൃഷ്ണാവബോധത്തിൽ ഉയർന്നു പോവുക. കൃഷ്ണ ഭക്തരെ അല്ലെ കൃഷ്ണന്റെ ഭക്തി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുക, അത്രേ വേണ്ടു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ നിമിഷവും നല്ലതിന് വേണ്ടി ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളും പരാതികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. നമ്മളും ആരെക്കുറിച്ച് പരാതി പറയണ്ട, നമ്മളെക്കുറിച്ച് പറയാനും സമയമില്ല. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി 29ാമത്തെ ശ്ലോകം. സമൂഹം സർവഭൂതേഷു ന മേ ദ്വേഷാസ്തി ന പ്രിയ യേ ഭജന്തി തു മാം ഭക്ത്യാ മയിക്തേതേഷു ചാഭ്യഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കാരോടും അസൂയയില്ല, പക്ഷപാതവും ഇല്ല. സൂപ്പർ ആശ മാതാജി. എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്ക്. ആർക്ക്? ഭഗവാന്. പക്ഷെ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. ആഹാ, എത്ര മനോഹരമായിരിക്കുന്നു അല്ലെ? ഭഗവാൻ ആരോടും അസൂയയില്ല. ഭഗവാൻ ഒരു മനുഷ്യനോടും അസൂയയില്ല, ആരോടും പക്ഷപാതവും ഇല്ല. ഇവനാണ് എന്റെ ഏറ്റവും നല്ല ഭക്തൻ, ഇവൻ എന്റെ ഭക്തനല്ല, അങ്ങനത്തെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും ഭഗവാനില്ല. എല്ലാവരും തുല്യരാണ്, എല്ലാറ്റിനോടും സമഭാവനയാണ് ഭഗവാന്. പക്ഷെ ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത്, അതായത് ഭക്തിയോടുകൂടി ഭഗവാനെ ആരാണോ സേവിക്കുന്നത് ആ വ്യക്തി ഭഗവാന്റെ സുഹൃത്താണ്, ഭഗവാൻ അദ്ദേഹത്തിന്റെയും സുഹൃത്താണ്. ഭഗവാനെ ഫ്രണ്ടായി കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണത്, ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുക. ഇവിടെ ചോദ്യത്തിനിടയുണ്ട്, എന്താണെന്നറിയോ? കൃഷ്ണൻ ഏവരിലും സമഭാവനയാണുള്ളതെങ്കിൽ, ആരോടും അദ്ദേഹത്തിന് പ്രത്യേക മമതയില്ലെങ്കിൽ, തന്റെ അതീന്ദ്രിയ സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരിൽ അദ്ദേഹം എന്തിന് സവിശേഷ താല്പര്യം കാണിക്കുന്നു? നല്ല ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഭഗവാൻ പറയുന്നു എനിക്ക് ആരോടും പ്രത്യേകിച്ചു ഒരു ഇതില്ല, എല്ലാവരും എനിക്ക് തുല്യരാണെന്ന്. അപ്പൊ ഭഗവാന്റെ അതീന്ദ്രിയ സേവനം ചെയ്യുന്ന വ്യക്തികൾ മാത്രം എങ്ങനെ ഭഗവാന് സുഹൃത്താക്കളായി മാറും, അല്ലെങ്കിൽ എങ്ങനെ അവരോട് ഒരല്പം സ്നേഹം കൂടും? പക്ഷെ ഇത് പക്ഷപാതമല്ല, ഈ പറഞ്ഞ കാര്യം പക്ഷപാതമല്ല, സ്വാഭാവികമായിരിക്കുന്ന കാര്യമാണ്. ഈ ഭൗതിക ലോകത്തിൽ ഒരു വ്യക്തി ഉദാരനായിരിക്കുന്നു, ധർമ്മിഷ്ഠനായിരിക്കുന്നു എന്നായാലും ശരി, സ്വന്തം മക്കളിൽ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട് ഇല്ലേ? എത്ര ധാർമ്മികത ചെയ്യുന്ന ഒരാളാണെങ്കിലും സ്വന്തം മക്കള്, സ്വന്തം അച്ഛനമ്മമാരെന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ താല്പര്യം തോന്നും. ഏതൊരു ജീവാത്മാവും ഏതൊരു ആകൃതിയിൽ ഇരുന്നാലും, അതായത് ഏത് ശരീരം സ്വീകരിച്ചാലും, ഒരു മനുഷ്യനായാലും ഒരു ചെടിയായാലും ഒരു പൂവായാലും കായായാലും പട്ടിയായാലും പൂച്ചയായാലും ഏതൊരു വ്യക്തിയായാലും, ജീവാത്മാവ് ഏത് ശരീരം സ്വീകരിച്ചാലും സ്വന്തം സന്താനം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു പട്ടിയും ഭഗവാന് തുല്യമാണ്, അതായത് ഭഗവാനും ഒരു മനുഷ്യനും ഒരു പട്ടിയൊക്കെ തുല്യമാണ്. അവിടെ പട്ടി പട്ടിയായിരിക്കുന്നു, മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നു, അല്ലെങ്കിൽ പൂച്ച പൂച്ച, അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എല്ലാ ജീവാത്മാക്കളോടും എന്താണ്?
തുല്യതയാണ്. കാരണം എന്താ? ഭഗവാൻ ശരീരമല്ല നോക്കുന്നത്, ആത്മാവാണ് നോക്കുന്നത്. ഭഗവാൻ അറിയാം ആ ജീവാത്മാവ് എന്താണ് എന്നുള്ളത്. ജീവിതത്തിന് ആവശ്യമുള്ള സർവ്വ വിഭവങ്ങളും വേണ്ടുവോളം അദ്ദേഹം നൽകുന്നുണ്ട്, ഇല്ലേ? മനുഷ്യന് ആവശ്യമുള്ള എല്ലാം ഇവിടെയുണ്ട്, മൃഗങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെയുണ്ട്, എല്ലാ ജീവാത്മാക്കൾക്കും ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്. കടലിനടിയിൽ ഇരിക്കുന്ന നമ്മൾ പോലും കാണാത്ത ജീവിക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥവും ഭഗവാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു മഴക്കാറിനെ പോലെയാണ് ഭഗവാൻ. താൻ ചൊരിയുന്ന മഴവെള്ളം ഭൂമിയിലോ കുന്നിൻ പുറത്തോ വെള്ളത്തിലോ ചെന്ന് വീഴുന്ന ഓർക്കാറില്ല, അല്ലെ? മഴ പെയ്യുമ്പോ മഴക്കാർ ചിന്തിക്കാറില്ല ഞാൻ എവിടെയാ വീഴാൻ പോണെന്ന്. കടലിൽ പെയ്യോ അല്ലെങ്കിൽ വയലിൽ പെയ്യോ ഇനി വേറെ എവിടെ വല്ല പുരപ്പുറത്തും പെയ്യോ ഒന്നും അത് ചിന്തിക്കാറില്ല. അതിങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എങ്കിലും ഭക്തന്മാരിൽ അദ്ദേഹത്തിന് സവിശേഷ താല്പര്യമുണ്ട്, ഇല്ലേ? ഏത് ഭക്തനായാലും ശരി അവരോടൊരു സവിശേഷ താല്പര്യം ഭഗവാനുണ്ട്. അത്തരം ഭക്തന്മാരെയാണ് ഇവിടെ വിവരിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യുന്ന ഭക്തന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നത് അവർക്ക് എപ്പോഴും കൃഷ്ണാവബോധം ഉണ്ടായിരിക്കും. അവരിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും കൃഷ്ണാവബോധമുണ്ട്. അതുകൊണ്ട് ആധ്യാത്മികമായിട്ട് കൃഷ്ണാവബോധത്തിൽ നിൽക്കുന്ന വ്യക്തികൾ കൃഷ്ണനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അവർക്ക് നല്ല കൃഷ്ണാവബോധം ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവർ കൃഷ്ണനിൽ തന്നെ സ്ഥിതി ചെയ്യാണ്. കൃഷ്ണാവബോധം എന്ന വാക്ക് തന്നെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആ നിലയിൽ എത്തിയിരിക്കുന്ന ആൾക്കാർ, കൃഷ്ണാവബോധം എന്ന് പറയുന്ന നിലയിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാര് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ കൂടിയും, ഈ ഭൂമിയിൽ ജീവിച്ചാൽ കൂടിയും അവരെന്താ ചെയ്യുന്നത്? കുടികൊള്ളുന്ന യോഗികളായിട്ടാണ്, ഭഗവാനിൽ കുടികൊള്ളുന്ന യോഗികളായിട്ടാണ് അവർ ജീവിക്കുന്നത്. മൈഥേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നിലാകുന്നു എന്നാ പറയുന്നത്. അത് അവർ ഭഗവാനിലാകുന്നു. കൃഷ്ണാവബോധമുള്ള വ്യക്തികള് ഈ ഭൂമിയിൽ ജീവിച്ചാലും അവർ ഭഗവാനിൽ തന്നെയാണ് എന്നാ പറയുന്നത്. തൽഫലമായിട്ട്, അതിന്റെ ഫലമായിട്ട് കൃഷ്ണൻ അവരിലും ഉണ്ട്. കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ കൃഷ്ണനിലും, കൃഷ്ണൻ അവരിലും ഉണ്ട്. പരസ്പരം കൈമാറ്റുന്നതിനാണ് ഈ ബന്ധം എന്ന് പറയുന്നത്, അല്ലെ? ഭഗവാൻ അവർക്കും അവർ ഭഗവാനും. പരസ്പരം അവരൊരു കൈമാറ്റം ചെയ്യുന്ന സിസ്റ്റമാണ്. പരസ്പരം സ്നേഹം കൈമാറ്റം ചെയ്യാണ് ഭഗവാനും അവരും തമ്മിൽ. ആലോചിച്ച് നോക്കണം. യേ യഥാ മാം പ്രബന്ധ്യതേ താം സദൈവ ഭജാമ്യഹം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ എനിക്ക് സ്വയം സമർപ്പിക്കുന്നവരെ, അതായത് ഭഗവാന് ആരാണോ സ്വയം സമർപ്പിതരാവുന്നത് അതേ വിധത്തിൽ ഞാൻ അവരെ രക്ഷിക്കുന്നു. ആഹഹ, ഭഗവാൻ നൽകുന്ന ഉറപ്പ് നോക്കൂ. നമ്മൾ എങ്ങനെയാണോ ഭഗവാന് സ്വയം സമർപ്പിതമാകുന്നത് അതേ വിധത്തിൽ അവരെ ഞാനും സംരക്ഷിക്കുന്നു. ഭഗവാനും ഭക്തനും ബോധവാന്മാരാകുന്നത് കൊണ്ടാണ് ഈ ആധ്യാത്മിക ബന്ധം ഉണ്ടാകുന്നത്, ഇല്ലേ? നമ്മള് ഭഗവാന്റെ ആണെന്നും ഭഗവാൻ നമ്മുടെ ആണെന്നുള്ള ഒരു നല്ല ബോധമുള്ളത് കൊണ്ടാണ് ഈ ആധ്യാത്മിക ബന്ധം അവിടെ ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ ആ ബന്ധം ഉണ്ടാവില്ല. ആലോചിച്ച് നോക്കൂ. കുഞ്ഞിന് കുഞ്ഞാണെന്നും കുഞ്ഞിന്റെ അമ്മയാണ് അതെന്നും അറിയാം. വേറെ ആരെടുത്താലും കുഞ്ഞ് റിലാക്സ് ആയില്ലെങ്കിലും സ്വന്തം അമ്മ എടുത്താൽ കുഞ്ഞ് റിലാക്സ് ആവും. അമ്മയുടെ അനിയത്തിമാരെടുത്താൽ, അമ്മയുടെ ചേച്ചിമാരെടുത്താൽ, അമ്മയുടെ അമ്മ എടുത്താൽ, ആരെടുത്താലും പെറ്റ അമ്മ വന്നൊരു കുഞ്ഞിനെ എടുത്താൽ ആ കുഞ്ഞിന് കിട്ടുന്ന സംരക്ഷണം വളരെ വലുതാണ്. ഒരുപക്ഷെ അതിനേക്കാൾ നന്നായിട്ട് ഗ്രാൻഡ്മ നോക്കുമായിരിക്കും. എങ്കിലും അമ്മ അമ്മ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഭഗവാനും ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോണ്ടിങ് അത് വളരെ വലിയൊരു ബോണ്ടിങ് ആണ്. അതിനൊരു സെപ്പറേഷനും ഇല്ല. അവിടെ ഒരു പക്ഷപാതമോ ഒന്നും അല്ല കാര്യം. അവരുടെ ഒരു ആത്മീയമായിരിക്കുന്ന ബന്ധം അതാണ്. ആ ബന്ധം ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പോ ഈ ആധ്യാത്മിക ബന്ധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സ്വയം സമർപ്പിതമാവണം കൃഷ്ണന്. കൃഷ്ണ, നീ എന്റെയാണ്, ഞാൻ എൻ്റെ കൃഷ്ണന്റെയും. നമ്മുടെ ബന്ധം തകർക്കാൻ ആർക്കും കഴിയില്ല. എനിക്ക് വേണ്ടത് മോക്ഷമാണ്. അതിനായി ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങളുടെ പിന്നാലെ ഞാൻ പോവില്ല. എനിക്ക് കിട്ടേണ്ടത് നീ തരും, എനിക്ക് കിട്ടണ്ടാത്തത് എന്നിൽ നിന്ന് നീ അകറ്റും. അത് ഞാൻ തിരിച്ചറിയുന്നു കൃഷ്ണ എന്ന മനോഭാവത്തോടു കൂടി ജീവിച്ചു പോവുക. അപ്പൊ എന്തായി? ഭൗതിക അഭിലാഷങ്ങളിൽ നിന്നൊരു അകൽച്ച നമുക്ക് വരും. ആ അകൽച്ച നമ്മളെ കൃഷ്ണനിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. പൊന്മോതിരത്തിന് മേൽ വൈരക്കല്ല് പതിച്ചാൽ കൂടുതൽ അഴകുണ്ടാവും, ഇല്ലേ? ഒരു സ്വർണത്തിന്റെ മോതിരത്തിന്റെ മുകളിൽ ഒരു വൈരക്കല്ല് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. സ്വർണത്തിനും വൈരക്കല്ലിനും ഒരേ സമയം ഒരു ഭംഗി വരുന്നുണ്ട്, തേജസ് വർദ്ധിക്കുന്നുണ്ട്. ഭഗവാനും ജീവാത്മാവും എങ്ങനെയാണ്? ഈ വൈരക്കല്ലും സ്വർണം മോതിരവും പോലെ ഇങ്ങനെ വെട്ടിത്തിളങ്ങിക്കൊണ്ടേയിരിക്കും. ആലോചിച്ച് നോക്കണം. ഭഗവാനും ജീവാത്മാവും സ്വർണ്ണക്കല്ലും വജ്രവും പോലെ ഇങ്ങനെ വെട്ടിത്തിളങ്ങും. രണ്ടും ഒരേപോലെ. ഒരു പ്ലെയിൻ റിംഗ് ആണെങ്കിൽ അതിന് കാണാൻ അത്ര ചന്തം ഉണ്ടാവില്ലേ? പക്ഷെ ആ റിങ്ങിന്റെ മുകളിൽ ഒരു വജ്രം വെച്ചാൽ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പൊ അതേപോലെ ഭഗവാനും ഭക്തനും ചേർന്ന് നിന്നാൽ ഒരു തിളക്കം കൂടുതലാണ്. ഒരു ജീവാത്മാവ് ഭഗവത് സേവനത്തിന് അനുഷ്ഠിക്കുമ്പോ സൗവർണ ശോഭ കൈക്കൊള്ളുന്നുണ്ട്, ഇല്ലേ? ഭഗവാനിലേക്ക് അടുക്കും തോറും നമ്മുടെ തേജസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
നമുക്കറിയാതെ നമ്മൾ ഭഗവാനിലേക്ക് ലയിക്കും തോറും, അദ്ദേഹത്തിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കും തോറും നമ്മളിലുള്ള തേജസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു ബ്യൂട്ടി പാർലറിലും പോണ്ട കാര്യമില്ല, സ്വയം തേജസ് വർദ്ധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുപരമ്പരയുടെ മുഖത്ത് നോക്കിയാൽ അവർ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല, പക്ഷെ അവരുടെ മുഖത്തൊരു വല്ലാത്ത തേജസ് ഉണ്ട് അല്ലെ. ആ തേജസ് അവരുടെ കണ്ണിൽ റിഫ്ലക്ട് ചെയ്യും, നമുക്ക് കാണാൻ സാധിക്കും. ആ തേജസ് അവർ ഉണ്ടാക്കിയെടുത്തതല്ല, അവരറിയാതെ കൃഷ്ണൻ അവരിലേക്ക് ഇറങ്ങി വന്നപ്പോ ഉണ്ടായ തേജസ് ആണത്. ഭഗവാൻ അത്രേ വൈരക്കല്ല്. ഇവിടെ നമ്മൾ സ്വർണ്ണമോതിരത്തിന്റെ മുകളിൽ ഒരു മിനിറ്റ്, നമ്മുടെ സ്വർണ്ണമോതിരത്തിന്റെ മുകളിൽ വെക്കുന്ന വൈരക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനാണ്. അപ്പോ ആ ബന്ധം അത്രയും മനോഹരമായിരിക്കുന്ന ബന്ധമാണ്. വിശുദ്ധാവസ്ഥയിലുള്ള ജീവാത്മാക്കളാണ് ഭക്തർ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കണം, വിശുദ്ധാവസ്ഥ, വിശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മൾ. ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാൻ പറയുന്നത് കേൾക്കും തോറും നമ്മൾ ഇവിടെ ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ വിശുദ്ധീകരണമാണ് നമ്മളെ നമ്മളാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മളായി കഴിഞ്ഞാൽ എന്തായി? താങ്ക്സ് ഏട്ടാ. ആ വിശുദ്ധീകരണം സംഭവിക്കും തോറും എന്താ ഉണ്ടാവുന്നത്? നമുക്ക് കൂടുതൽ കൂടുതൽ ഐശ്വര്യം കൈവരും. ആ ഐശ്വര്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഉയരും തോറും എന്താ ഉണ്ടാവുക? നമുക്ക് ഭഗവാനോടുള്ള ഒരു ആത്മബന്ധം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നില്ലേ? അപ്പോ ഭഗവാനും ഭക്തനും പരസ്പരം ബന്ധമില്ലെന്നിരിക്കാൽ സാകാര സിദ്ധാന്തം എന്ന തത്വജ്ഞാനമില്ല. ഭഗവാനും ഭക്തനും തമ്മിൽ ബന്ധമില്ലെങ്കിൽ പിന്നെ ഒരു ബോണ്ടിങ് അവിടെ ഇല്ല എങ്കിൽ രണ്ടും രണ്ടാണ്. ഒരു ഇരുട്ടുമുറിയിൽ പോയി നമ്മൾ പെട്ട അവസ്ഥയുണ്ടോ? നമ്മുടെ മുഖം കണ്ടാലറിയാം അവർക്കൊരു സാത്വികതയില്ല. ചില വ്യക്തികളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സാത്വികതയില്ലല്ലോ, അങ്ങനെ തോന്നും. കാരണം എന്താ? ആ സാത്വികത കൊണ്ടുവരുന്നത് കൃഷ്ണനാണ്. കൃഷ്ണനോട് ആ ഒരു ബന്ധമില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? ആ സാത്വികമായിരിക്കുന്ന ഒരു മനോഭാവം നമുക്ക് കിട്ടില്ല. നിരാകാര സിദ്ധാന്ത പ്രകാരം ജീവനും ഈശ്വരനും അന്യോന്യം ബന്ധമില്ല. പിന്നെയോ വ്യക്തിഗത സിദ്ധാന്തത്തിലേ അതുള്ളൂ. ജീവനും ഈശ്വരനും തമ്മിൽ ബന്ധമില്ല. പക്ഷെ വ്യക്തിഗത സിദ്ധാന്തം, നമ്മൾ ഭഗവാനുമായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധം, അത് ഒരു ഉയർന്ന ആധ്യാത്മിക ബന്ധമാണ്. ആ ആധ്യാത്മിക ബന്ധം ഉണ്ടാവണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, കണ്ണുകൾ അടച്ച് ദിവസവും ഒരു 5 മിനിറ്റ് എല്ലാം മറന്നിട്ട് ഭഗവാനെ എന്ന് പറഞ്ഞിരുന്നാൽ മതി. ആ ബന്ധം ഓട്ടോമാറ്റിക്കലി വരും. ആരോടും ഒന്നും ചോദിക്കാനും പറയാനും പോണ്ട. സ്വതന്ത്രമായി സ്വസ്ഥമായിട്ട് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. മിണ്ടാതെ ഇരുന്ന് 5 മിനിറ്റ് ഭഗവാനെ ധ്യാനിക്കുക. ഭഗവാൻ മാത്രം മതി എന്ന തോന്നലിലേക്ക് വരിക. അപ്പൊ തന്നെ നമുക്ക് എന്തായി? നമുക്ക് വലിയൊരു ആത്മബന്ധം ഉണ്ടാവും. ഭഗവാൻ ഒരു കൽപ്പവൃക്ഷമാണ്. കൽപ്പവൃക്ഷം അറിയില്ലേ? തെങ്ങ്. അപ്പോ അതിൽ നിന്ന് ആരെന്ത് നേടാൻ ആഗ്രഹിക്കുന്നോ അത് ലഭിക്കും. ആ കൽപ്പവൃക്ഷത്തിൽ നിന്ന് എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ലഭിക്കും. അപ്പൊ ഭഗവാനിൽ നിന്ന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ നമുക്ക് തരും, സംശയമില്ല. സാധാരണയായി കേൾക്കുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ. ഈ വിശദീകരണം പൂർണ്ണമാവുന്നത് ഭഗവാന് ഭക്തരോട് പക്ഷപാതമുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഭഗവാന്റെ ഭക്തന്മാരോടുള്ള സവിശേഷ കാരുണ്യത്തിന്റെ പ്രകടഭാവമാണ്. ഭഗവാന്റെ ഭക്തരോട് ഭഗവാൻ ഒരു സവിശേഷ കാരുണ്യമുണ്ട്. കാരണം എന്താ? അവൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്യൂരിറ്റി നേടുകയാണ്. നല്ല ഒരു അവസ്ഥയിലേക്ക്, കൃഷ്ണാവബോധത്തിലേക്ക് വരികയാണ് ഇല്ലേ. ഒരുപാട് ജോലി ചെയ്ത് തളർന്നു വരുന്ന ശരീരം വിയർപ്പനാറ്റം ഉണ്ടാവും. കുളിച്ച് ഫ്രഷായി നല്ല സുഗന്ധ തൈലം ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു ആനന്ദമായിരിക്കുന്ന ഒരു സന്തോഷം തരാൻ സാധിക്കും. അതേപോലെ ഭഗവാന്റെ ഭക്തർ എന്ന് പറയുമ്പോൾ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭഗവാനെ മാത്രം സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അങ്ങനെ സേവനം ചെയ്തു വരുമ്പോൾ എന്താ ഉണ്ടാവുക? കൂടുതൽ ഒരു ആത്മബന്ധം നമുക്ക് വരും. ആത്മബന്ധം വരുമ്പം, കൃഷ്ണൻ നമ്മളിലേക്ക് വരുമ്പം നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കില്ല, നമ്മൾ ഒരുപാട് മാറും. മനസ്സിലായില്ലേ? ഒരുപാട് മാറിക്കിട്ടും. ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അഭിലാഷ് തമ്പി, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കൃഷ്ണാവബോധത്തിൽ ഉയരാൻ സാധിക്കും. അങ്ങനെ ഉയർന്നു വരുമ്പോൾ കൃഷ്ണനും നമ്മളും തമ്മിലൊരു ആത്മീയ ബന്ധം നമ്മളിൽ ഉടലെടുക്കും. അങ്ങനെ ഉടലെടുത്ത് കഴിയുമ്പം അത് നമ്മളെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിൽ തന്നെ ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, കണ്ണുകൾ അടച്ചിരുന്ന് ദിവസവും 5 മിനിറ്റ് നേരം കൃഷ്ണനെ ധ്യാനിക്കും. ഈ ഭൗതികതയിൽ നിന്നൊരു അകൽച്ച നമുക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഒരു സമഭാവനയിലേക്ക് നമ്മൾ എത്തുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, ഇനി 30ാമത്തെ ശ്ലോകം. 30ാമത്തെ ശ്ലോകം കൂടി എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അഭിച്ഛേത് സുദുരാചാരോ ഭജേത് മാമനാന്യാക് സാധുരേവാസ മന്തവ്യ സമ്യഗവ്യസ്ഥിതോ ഹി സ എന്നാ പറയുന്നത്. എന്ന് വെച്ചാല് ഒരാൾ അത്യന്തം ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. അതായത്
ഓക്കെ അമ്മ, ഒരുപാട് തെറ്റ് ചെയ്തിട്ടാണ് ഒരാൾ ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തി കുറെ ദുഷ്കർമ്മമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നല്ലൊരു ചിന്തയിലേക്ക് വരുന്നത്, കൃഷ്ണാവബോധത്തിലേക്ക് വരുന്നത് എങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ആ വ്യക്തിയും ഭഗവാന് പ്രിയപ്പെട്ടതായി കഴിഞ്ഞു. അവന്റെ പാസ്റ്റ് തേടി അലയണ്ട. പാസ്റ്റിൽ അവൻ എത്ര വലിയ ഫ്രോഡും ആയിക്കോട്ടെ, ഇപ്പോ അവൻ കൃഷ്ണാവബോധത്തിലാണോ അത്രയും ചിന്തിച്ചാൽ മതി. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ച് ആലോചിക്കണം. കാരണം ഒന്നിന്റെയും പിന്നാലെ നമ്മൾ പോകണ്ട. ആ വ്യക്തി ഇപ്പോൾ എന്ത് അറ്റ് പ്രസന്റ് കൃഷ്ണാവബോധത്തിലാണ് അത്രയും ചിന്തിക്കുക. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. ഇപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ നല്ല ഉറച്ചു നിൽക്കുന്നുണ്ട്, കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, അത്രയും ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് ഇന്നലെ വാൽമീകി രാമായണം എഴുതിയത് അങ്ങനല്ലേ? ആലോചിച്ചു, കാട്ടാളനായിരിക്കുന്ന വാൽമീകി രാമായണം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് വാൽമീകി രാമായണമായി കഴിഞ്ഞു. കാട്ടാളൻ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ തന്നെ വരാത്ത കാര്യമായി മാറി. അങ്ങനെ ഇപ്പോ ആ വ്യക്തി കൃഷ്ണാവബോധത്തിലാണോ അത്രയും ചിന്തിച്ചാൽ മതി. സുധാരാചര എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. അതായത് അത് വേണ്ടുന്ന വിധത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ബദ്ധനായിരിക്കുന്ന ജീവാത്മാവിന്റെ പ്രവർത്തനം രണ്ട് വിധത്തിലാണ്, രണ്ട് രീതിയിൽ ഒരു ജീവാത്മാവ് പ്രവർത്തിക്കും. ഒന്ന് ബദ്ധാവസ്ഥയിൽ ഉണ്ടാവും, മറ്റേത് മൗലികമായിരിക്കുന്ന അവസ്ഥയിൽ. ദേഹരക്ഷയ്ക്കും സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു ഭക്തനും ബന്ധജീവിതത്തിനോടനുബന്ധിച്ച് സ്വജീവിതത്തിൽ ചില പ്രവർത്തികൾ ചെയ്യേണ്ടി വരും, ഇല്ലേ? ചില സമയത്ത് നമ്മൾ ജീവിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കേണ്ടി വരും. ഇല്ല എന്നൊന്നും പറയുന്നില്ല, ജീവിച്ചേ പറ്റൂ. അവയെ ബന്ധാവസ്ഥ സഹജങ്ങൾ എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളാണത്. ഇവയ്ക്ക് പുറമെ തന്റെ ആധ്യാത്മിക പ്രകൃതിയെ പറ്റി പൂർണ്ണബോധമുള്ള കൃഷ്ണാവബോധസ്ഥനായിരിക്കുന്ന അഥവാ ഭക്തിയുത സേവന നിരതനായിരിക്കുന്ന ഒരു ജീവന് ആധ്യാത്മികങ്ങളായിരിക്കുന്ന പ്രവൃത്തികളുണ്ട്, ഇല്ലേ? ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോ ആ വ്യക്തി ആധ്യാത്മികമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തി എന്തുമായിക്കോട്ടെ. ഇപ്പൊ എത്രയോ സിനിമാ പ്രവർത്തകർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു, എത്രയോ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പൊ അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ബേസിക്കലി ചിലപ്പോൾ ടീച്ചർ ആയിരിക്കാം, അവരായിരിക്കാം, അവർ സിനിമയിൽ അഭിനയിക്കുന്നു. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് പോവാം, ആരും തടസ്സമല്ല. പക്ഷേ ഭൗതിക പ്രകൃതിക്ക് അപ്പുറം നമുക്കൊരു ആധ്യാത്മിക പ്രകൃതി ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മളൊരു ആധ്യാത്മിക നിലയിൽ ഉയരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്ന് മനസ്സിലാക്കണം. ആ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം സൃഷ്ടിച്ചെടുക്കുക. ഇവ തന്റെ സ്വരൂപാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കാര്യമാണ്, അല്ലെ? അതായത് ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ ലയിച്ചു ചേർന്ന കാര്യമാണ്. ഭക്തിപൂർവമായിട്ടുള്ള ഒരു സേവനമാണത്. നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്താലും ഭക്തിപൂർവ്വം നമ്മൾ കൃഷ്ണനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സേവനമാണ്. ബദ്ധാവസ്ഥയിൽ ചിലപ്പോൾ ഈ സേവന കർമ്മവും ശരീര സംബന്ധിയും ബദ്ധാസജാന്യവുമായിരിക്കുന്ന പ്രവൃത്തിയും സമാന്തര രേഖകൾ പോലെ ആവാറുണ്ട്. ഒരേ നേർരേഖയിൽ വരും. നമ്മുടെ ജോലിയും നമ്മുടെ കൃഷ്ണാവബോധവും എല്ലാം ഒരേ നേർരേഖയിൽ വരും. എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൃഷ്ണ ആയിരിക്കും അൾട്ടിമേറ്റ്. നമ്മൾ പുറമെ എന്ത് കോലം കെട്ടിയാലും ശരി, കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ലയിച്ചു ചേർന്ന കാര്യമാണ്, ആത്മാവിൽ ലയിച്ചു ചേർന്ന കാര്യമാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോഴൊക്കെ ഇത് ഒന്നിന് വിപരീതമായിട്ട് വരും. മനസ്സിലായില്ലേ? ഒന്നിന് വിപരീതമായിട്ട് വരും. കാരണം നമ്മുടെ ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും നമ്മൾ എന്ത് മനസ്സിലാക്കുക? രണ്ടിനേക്കാൾ മുകളിലാണ് കൃഷ്ണാവബോധം. ആ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു ഭക്തൻ തന്റെ സമഗ്രാവസ്ഥയ്ക്ക് തകരാറ് വരുത്താവുന്നതൊന്നും ചെയ്യാതിരിക്കാൻ ആവുന്നത്ര ശ്രദ്ധിക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മുടെ ഇസ്കോൺ ഡിവോട്ടീസിനെ നോക്കുകയാണെങ്കിൽ അവരെപ്പോഴും അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കും, ഉറപ്പായിട്ട് മാറി നിൽക്കും. കാരണം എന്താ? അവർക്ക് താല്പര്യമില്ല ഭക്തിയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അതേപോലെ കൃഷ്ണാവബോധത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ, ഇപ്പൊ നമ്മളെല്ലാവരും വെജിറ്റേറിയൻസ് ആയി, ഏത് സാഹചര്യം വന്നാലും നമ്മൾ വെജേ കഴിക്കും, നോൺ കഴിക്കില്ല. കാരണം എന്താ? നമ്മുടെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതിന് നമുക്ക് ബ്രേക്ക് വരാതിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ നോക്കും, അത് നമ്മൾ പാലിക്കും, അതിന് നമ്മൾ ബ്രേക്ക് വരുത്തില്ല. തന്റെ പ്രവൃത്തികളുടെ അന്യൂനത കൃഷ്ണാവബോധത്തിന്റെ ക്രമികമായിരിക്കുന്ന സാക്ഷാത്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അവർക്കറിയാം. കാരണം എന്താ? കൃഷ്ണാവബോധം ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. ഇല്ല എങ്കിൽ നമുക്ക് എന്ത് നിൽക്കാൻ പറ്റില്ല? ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. എങ്കിലും ചിലപ്പോൾ കൃഷ്ണാവബോധസ്ഥനായ ഒരു മനുഷ്യൻ സാമൂഹ്യമായോ രാഷ്ട്രീയമായോ ഹീനമായോ ഗണിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി ചെയ്തെന്ന് വരാം. മേ ബി ഒരു വ്യക്തിക്ക് തെറ്റ് പറ്റാം ജീവിതത്തിൽ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കൃഷ്ണാവബോധത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് തെറ്റ് സംഭവിച്ചാൽ ആ ക്ഷണികമായിരിക്കുന്ന പതനം അയാളെ അനർഹനാക്കി കളയില്ല. കാരണം എന്താ? അവര് ചാൻഡിങ് ചെയ്തിട്ടുണ്ടാവും. അവര് ഹരേ കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ റൂൾസിനനുസരിച്ചിട്ടുള്ള ചാൻഡിങ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ
ചില സമയങ്ങളിൽ പറ്റുന്ന തെറ്റ് അവരെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കില്ല. കാരണം ആ ചാൻഡിങ്ങിന് ഒരു പവർ ഉണ്ട്. ഒരു വ്യക്തി പതിതനായി പോയി കഴിഞ്ഞാലും ഉള്ളഴിഞ്ഞ് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം ഹൃദസ്ഥനായിരിക്കുന്ന ഭഗവാൻ അയാളെ വിശുദ്ധീകരിച്ച് മാപ്പ് കൊടുക്കുമെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. പ്രത്യക്ഷ ഏവ കൃഷ്ണ എന്നാണ് ഭാഗവതത്തിന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണാവബോധത്തിൽ നിന്ന വ്യക്തി ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അയാളെ പൂർണ്ണമായിട്ട് ഭഗവാൻ എന്ത് ചെയ്യില്ല, സൈഡ് ലൈൻ ചെയ്ത് വെക്കില്ല. പകരം ഭഗവാൻ എന്ത് ചെയ്യും, ആ വ്യക്തിക്ക് അർഹമായിരിക്കുന്ന മാപ്പ് കൊടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ ഭഗവാൻ ഒരു ചാൻസ് കൊടുക്കുന്ന പറയുന്നത്. ഓക്കെ, പൂർണ്ണമായി ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു യോഗിയെ പോലും ബാധിച്ചേക്കാവുന്ന വിധം കരുത്തുറ്റതാണ് ഈ ഭൗതികതയുടെ മാലിന്യം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് തീർച്ചയായിട്ടും മാലിന്യം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ മാലിന്യം ഉറപ്പായിട്ടും നമ്മളെ പിടികൂടാൻ ചാൻസ് ഉണ്ട്. അതാ പറയുന്നത് മായ പിടിക്കുമെന്ന് പറയുന്നത്. നമ്മൾ ചാൻഡിങ് ചെയ്യുന്തോറും മായ പവർഫുൾ ആണ്, മായ പിടിക്കുമെന്ന് പറയാനുള്ള കാരണം ഈ മായ ശക്തമാണ്. അപ്പൊ ഈ മായ ഉറപ്പായിട്ടും നമ്മളെ പിടിക്കും. പക്ഷെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഭഗവാന് സാധിക്കും. തിരിച്ചു കൊണ്ടുവരാനുള്ള മനസ്സും നമ്മൾ ആർജിച്ചെടുക്കണം. എന്നാൽ സന്ദർഭവശാൽ സംഭവിക്കുന്ന അത്തരം ഒരു വീഴ്ചയും ഉടനെ തന്നെ പരിഹരിക്കാൻ ആ വ്യക്തിക്ക് കഴിയും. ഒരു തെറ്റ് സംഭവിച്ചാൽ കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഉടനെ അത് പരിഹരിക്കാൻ കഴിയുന്ന പറയുന്നത്. കൃഷ്ണാവബോധത്തിന് ഭക്തിയുത സേവന പ്രക്രിയക്ക് ഒരിക്കലും പരാജയമില്ല. ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കും ഭക്തിയുത സേവനത്തിനും ആ പ്രവൃത്തിക്കും ഒരിക്കലും നാശമില്ല. ആദർശ മാർഗത്തിൽ നിന്ന് ഇങ്ങനെ നൈമിഷികമായൊരു പതനം വല്ലപ്പോഴും ഉണ്ടായതിന് ഒരു ഭക്തനെ ആരും നിന്ദിക്കരുത്. ആ ഒരു ഭൗതികതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു തെറ്റ് ചെയ്താൽ അവർക്കൊരു ചാൻസ് ഭഗവാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിരാകരിക്കാൻ നമ്മൾ ആളല്ല. നിരാകരിക്കരുത് എന്നാണ് പറയുന്നത്. ഒരിക്കലും അവരെ തരം താഴ്ത്തി അവോയ്ഡ് ചെയ്യരുത്. ഭഗവാൻ കൊടുക്കുന്ന ചാൻസ് നമ്മളും കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അടുത്ത പദ്യത്തിൽ പ്രസ്താവിക്കുന്നത് പോലെ കൃഷ്ണാവബോധത്തിന്റെ പാരമ്യതയിൽ ക്രമേണ ഇത്തരം വീഴ്ചകൾ സംഭവിക്കാം. കൃഷ്ണാവബോധത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം, പറയാൻ പറ്റില്ല. പക്ഷേ ആ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉറച്ചു നിൽക്കാൻ ശ്രമിക്കാം. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഭഗവാനെ വിട്ടിട്ട് നമുക്ക് വരാൻ കഴിയില്ല. ഭഗവാനുമായിട്ടൊരു ബോണ്ടിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി. ഇനി നാളെ രാവിലെ 8:30 മറക്കാതെ വരിക. കാരണം നമുക്ക് ഗീത ഏകദേശം തീരാറായിട്ടുണ്ട്. ഗീത കഴിഞ്ഞിട്ട് നമുക്ക് ഭാഗവതം എടുക്കണം, ചൈതന്യ ചരിതാമൃതം എടുക്കണം. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കുക. രാത്രി കിടക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പിൽ ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടി ചിന്തിക്കുക. എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കൂടുതൽ കൃഷ്ണാവബോധത്തിലേക്ക് വരേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ലൈഫിൽ പലതും സംഭവിക്കും, അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നെസ്സിലാണോ അത് മാത്രം ചിന്തിക്കുക. കാരണം ഇസ്കോണിന്റെ റൂൾസ് ബ്രേക്കപ്പ് ചെയ്യാതെ നോക്കുക. മാക്സിമം നമുക്ക് തന്നിരിക്കുന്ന 16 മാല, അതുപോലെ നോൺ വെജ് അവോയ്ഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. കൂടുതൽ വായിക്കുക. ഗീത, അതുപോലെ ഏകാദശി വ്രതങ്ങള്, ശ്രീമദ് ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, ഇതൊക്കെ വായിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് സ്വയം പ്യൂരിഫൈ ചെയ്യുക. സ്വയം പ്യൂരിഫൈ ചെയ്തിട്ട് റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ, അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൃഷ്ണാവബോധത്തിൽ ഉയരാൻ പറ്റും. ക്ലിയർ? മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. ഓക്കെ, ഏറ്റവും നന്നായിട്ട് ഷെയർ ചെയ്യുക. എനിക്കത് കാണാൻ പറ്റും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ലാസ്റ്റ് വീണ്ടും പറയുന്നു, മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്.